അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മസാന്നിധ്യം അനുഭവിക്കാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന വിശേഷം. അതുപോലെ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നുന്ന അനുഭവം, ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്ന അനേക ദൈവഭൃത്തന്മാരെ കാണുവാൻ സ്വർഗം സാവകാശം ഒരുക്കി. അവൻ ദൈവദാസന്മാരെ നിങ്ങൾക്ക് ലഭിക്കുന്ന കിരീടത്തിൻ്റെ അവകാശികളാകാൻ ഞങ്ങളെയും കർത്താവ് സഹായിക്കുന്നു എന്നുള്ളത് ജീവിതത്തിൽ വലിയ അഭിമാനമാണ്. നിങ്ങളെ ഓർത്ത ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ഗോഡ്. അതുപോലെ തന്നെ എളിയ ശുശ്രൂഷയെ മാനിച്ച് ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച പ്രിയ രാജു പൂക്കല പാസ്റ്ററും കുടുംബത്തോടുള്ള ഹൃദയമായി നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ചില വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പാസ്റ്റർ അയക്കുന്ന പാസ്റ്റർ ഷിൽജു പാസ്റ്ററേയും തൻ്റെ വൈഫ് ശേബയെയും പരിചയപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള സ്നേഹബന്ധത്തെ തുടരുവാൻ സ്വർഗസ്ഥനായ ദൈവം എന്നെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. നിങ്ങളിൽ അതുപോലെ വന്ന എല്ലാവർക്കും എന്നെ പരിചയമുള്ള ആരും ഇല്ലെന്ന് എനിക്കറിയാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ഓർത്ത സ്തോത്രമില്ലാത്തവർക്കുമായി കർത്താവ് നന്ദി വരട്ടെ. തുടർന്നുള്ള സമയം നമ്മൾ ദൈവവചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ പോകുക. ആമേൻ. പാസ്റ്റർമാർ പറഞ്ഞോളൂ. എൻ്റെ പേര് ബിൻസ്, സ്വദേശം കണ്ണൂർ ജില്ലയിലാണ്. എൻ്റെ പിതാവ് ഒരു പാസ്റ്റർ 45 വർഷത്തോളം കർത്താവിൻ്റെ വേല ചെയ്ത് കഴിഞ്ഞ ഏപ്രിൽ മാസം ഇന്ന് നാളെ അദ്ദേഹം മരിച്ചിട്ട് 1 വർഷം തികയും. നിത്യത്തിൽ വിശ്രമിക്കുന്ന ഒരു ദൈവദാസനാണ്. ഏകദേശം 70ഓളം 65-നും 70-നും ഇടയ്ക്ക് സഭ അദ്ദേഹം മലബാറിൽ വയനാട് അതുപോലെ കാസർഗോഡ്, കണ്ണൂർ എന്നിടങ്ങളിലൊക്കെ സ്ഥാപിക്കാനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ 4 മക്കളെ ദൈവം ദാനമായി കൊടുത്തു. അതിലേറെയാളാണ് ഞാൻ. തന്നെ ഏൽപ്പിച്ചതിൻ്റെ എൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷയുമായി പല സ്ഥലങ്ങളിൽ കൃപയാൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 22ാമത്തെ വർഷമാണ്. 22 വർഷം കഴിയുന്ന 23ാമത്തെ വർഷമാണ് ഞാൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത്. എനിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളുണ്ട്. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് തുടർന്നുള്ള സമയം പരിചയപ്പെടാനുള്ള അവകാശമുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് പവർ വിഷൻ ചാനലിൽ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പ്രസംഗിക്കുന്ന അഭിഷിക്തൻ രാജു പാസ്റ്റർ അദ്ദേഹം ഒരു കഥ പറഞ്ഞത്, ഞാനൊരു അനുഭവം പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നു. അതിനോട് ഒന്ന് യോജിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. ദൈവാത്മ നമ്മൾ സഹായിക്കട്ടെ. ഞാൻ അദ്ദേഹം പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്: കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ കർത്താവിന് വേണ്ടി ഓടിയ ഒരു തലമുറയുടെ ദൈവഭക്തന്മാരുടെ 3ാം തലമുറക്കാരാണ് ഞങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നൊരു വാക്ക് ഞാൻ കേൾക്കാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. അപ്പം ഞാൻ എന്നെ ഒന്ന് കമ്പയർ ചെയ്തു. എൻ്റെ പിതാവ് യേശുവിനെ അറിഞ്ഞു. അദ്ദേഹം ഇവിടുന്ന് നാട്ടിൽ നിന്ന് പാലായിൽ നിന്ന് കുടിയേറി അദ്ദേഹം കണ്ണൂരേക്ക് വന്നു. അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ വെച്ചാണ് ജനിക്കുന്നത്. ഞാൻ ഓർക്കുക, ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ പെന്തക്കോസ് സമം പട്ടിണി അല്ലെങ്കിൽ കഷ്ടപ്പാടെന്നാണ് ഞങ്ങൾ പഠിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പം പാസ്റ്റർ ആയതുകൊണ്ടും ഞങ്ങൾ 6 പേര് 4 മക്കളും അപ്പനും അമ്മയൊക്കെ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ടും എന്നും ദാരിദ്ര്യമായിരുന്നു പ്രിയരെ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കാം, വയറ് നിറച്ചൊരു നേരം പോലും ആഹാരം കഴിച്ചൊരു ഓർമ്മയൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഓർക്കുന്നു, സാധാരണ പിന്തലമുറക്കാരെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, ഞങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമെന്നൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആത്മാവിൽ അങ്ങനെ പറഞ്ഞ്. പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ വീടിൻ്റെ താഴെ കണ്ണൂർ ജില്ലയിലെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലാണ് എൻ്റെ ജന്മദേശം. നിങ്ങൾക്ക് നെറ്റുള്ളവർക്കൊക്കെ അടിച്ചു നോക്കാം. അവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ് ക്രിസ്ത്യാനികൾ. ഇന്നും അവിടെ അങ്ങനെയാണ്. അപ്പം ഞങ്ങളൊക്കെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഉറഞ്ഞു തുള്ളുന്നവരും ഉപദേശികളെന്നൊക്കെയാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. കാരണം അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. അതുകൊണ്ടാണ്. എന്നാൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞു തരുകയാണ്, മക്കളെ, നമ്മൾ ദൈവമക്കളായതുകൊണ്ട് ആരോടും ഒന്നും ചോദിച്ചേക്കരുത്, ഒന്നും ചോദിക്കരുത്, നമ്മളില്ലെന്ന് നമ്മളല്ലാതെ വേറെ ആരും അറിയരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരോടും ചോദിക്കാൻ ഞങ്ങൾ മെനക്കെടാറില്ല. പക്ഷേ മിക്ക ദിവസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പട്ടിണിയാണ്. മഴക്കാലം എന്നൊരു കാലം കാണുമ്പം ഉള്ളിൽ ഭയങ്കര ഭയമായിരുന്നു. കാരണം അപ്പം പാസ്റ്ററായതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ 1-2 കാര്യം കൂടെ പറയാം. എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു പാറയുണ്ട്. ഈ പാറയുടെ അവിടെ ഒരു മാവൊക്കെ ഉണ്ട്. അത് ഇന്നും ഉണ്ട് അവിടെ. സാധാരണ വിഷുവും ഈസ്റ്ററും ഒക്കെ എല്ലാവർക്കും സാധാരണ നമ്മൾ പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ വിഷു ഈസ്റ്ററൊന്നും അങ്ങനെ ആഘോഷിക്കാറില്ല. അത് ഈസ്റ്ററല്ല, വിഷുവും ഓണമൊന്നും. പക്ഷേ എന്നെ സംബന്ധിച്ച് വിഷു ഓണമൊക്കെ വലിയൊരു ആഘോഷം തന്നെ. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങളെല്ലാം ഈ മീറ്റിംഗ് ഇന്ന് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രൈസ് ഗോഡ്. അവരെല്ലാം ഈ മീറ്റിംഗ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു പാറയുണ്ട്. അപ്പോൾ ഇവിടെ
എല്ലാ വിഷുവിനും ഏപ്രിൽ മാസം 14-ാം തീയതി ഞാനും എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനും കൂടെ കുളിച്ചൊരുങ്ങി അന്ന് രാവിലെ അവിടെ പോയിരിക്കും. എന്തിനാണെന്നറിയാമോ? കണ്ണൂർക്കാർക്കൊരു പ്രത്യേകത, ഈ വിഷുവിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും. അപ്പോൾ ശരിക്ക് അന്ന് ഇറച്ചി കൂട്ടിയുള്ള ആഹാരമാണ് ഇവരുടെ വീട്ടിലുള്ളത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആകെ ഇറച്ചി കൂട്ടിയുള്ള ആഹാരം കഴിക്കുന്നത് ഈ വിഷുവിൻ്റെ അന്നാണ്. അപ്പം രാവിലെ വീടിൻ്റെ താഴെ പോയിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കും. അപ്പോൾ ഈ വിഷു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിഷുവിനേ ഉള്ളൂ ഇറച്ചി കൂട്ടിയുള്ള ആഹാരം. കാരണം ഞങ്ങളുടെ വീട്ടിൽ അത് മേടിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. കാരണം ഞങ്ങളുടെ കർത്താവിൻ്റെ വേല മലബാറിലാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഞാൻ പഠിച്ച സ്കൂള് പാട്യം ഗോപാലൻ മെമ്മോറിയൽ പഞ്ചായത്ത് ഹൈസ്കൂൾ എന്ന PGM PHS എന്നാണ് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സ്കൂളിൻ്റെ മുറ്റത്ത് പോയിരുന്നപ്പോൾ എന്നെ ഓർത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ദൈവവചനം എടുത്തത് കൊണ്ടാണ്. ആമേൻ. അപ്പം ഈ സ്കൂളിൻ്റെ മുറ്റത്ത് സ്കൂളിൻ്റെ വരാന്തിൻ്റെ തൂണുണ്ട്. ഓഫീസിൻ്റെ ഫ്രണ്ടിലായി ഞാൻ പഠിച്ച 8ാം ക്ലാസ് അന്ന്. അപ്പോൾ ഇപ്പം അത് മാറ്റി. ഈ തൂണിൻ്റെ ചോട്ടിലാണ് ആമേൻ എൻ്റെ ബുക്ക് വെക്കുന്ന സ്ഥലം. എന്താ എൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, സാറ് വരുന്ന ഉടനെ ക്ലാസ്സിൽ സാറ് വരുന്ന രാജൻ സാറാണ്, ഞങ്ങൾ ഇംഗ്ലീഷ് സാറാണ് ഞങ്ങൾ അധ്യാപകൻ. എഴുന്നേറ്റെന്ന് ചോദിക്കും, യൂണിഫോം ഇടാത്ത എത്ര പേരുണ്ട്? ഉടനെ അതിനകത്ത് ഞാനുണ്ടാവും. എനിക്ക് ആ ഒറ്റ ഷർട്ടേ ഉള്ളൊരു മഞ്ഞ ഷർട്ട്. ഇന്നും അവിടെ ഈ പാട്യം ഗോപാലൻ മെമ്മോറിയൽ പഞ്ചായത്ത് ഹൈസ്കൂളിൻ്റെ പ്രത്യേകത സ്ലേറ്റ് കളർ പാൻറ്റും വെള്ള ക്രീം കളർ ഷർട്ടുമാണ് യൂണിഫോം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെ ഒരു മഞ്ഞ ഷർട്ടേ ഉള്ളൂ. കാരണം മേടിച്ച് തരാനൊന്നും വീട്ടിൽ സാധ്യതയില്ല. ശരി, യൂണിഫോം ഇടാത്തവർ ഇരുന്നു. അടുത്തത് ബുക്ക് ഇല്ലാത്തവർ എഴുന്നേക്ക്. ആമേൻ. ഉടനെ ബുക്കില്ലാത്തവരുടെ കൂട്ടത്തിൽ അന്നും ഞാനുണ്ടാവും. പ്രൈസ് ഗോഡ്. ഉടനെ ഇരിക്കും. പേന ഇല്ലാത്തവർ എഴുന്നേറ്റ്. ഉടനെ പേന ഇല്ലാത്തവരുടെ കൂട്ടത്തിലും ഞാനുണ്ടാകും. ആമേൻ. ചുരുക്കി പറഞ്ഞാൽ സാറിന് മനസ്സിലായി, ഇവൻ പഠിക്കാൻ വരുന്നതല്ല, ഇവൻ ഉഴപ്പാൻ വരുന്നതാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ഇനി നീ യൂണിഫോം ഇട്ടോണ്ട് ബുക്ക് എടുത്തോണ്ട് പേനായും കൃത്യമായിട്ട് എടുത്തോണ്ട് ഹോംവർക്കും ചെയ്തിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ബുക്കടക്കി ഇറക്കി വിട്ടൊരു സന്ദർഭമുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നൊരു കാര്യം, എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇനി ഈ ക്ലാസ്സിൽ ബെഞ്ചിലിരുന്ന് പഠിക്കാനുള്ള ഒരു സാവകാശമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ യൂണിഫോം മേടിച്ച് തരാൻ വീട്ടിൽ നിന്ന് സാധ്യതയില്ല. അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ പേനായും പേപ്പറും ഒന്നും മേടിച്ചു തരാൻ അപ്പൻ്റെ കാശില്ല. കാരണം മലബാറിലാണല്ലോ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്, വിശ്വാസികൾക്കൊന്നും കൊടുക്കാനുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ 8ാം ക്ലാസ് ജീവിതം ഏകദേശം നല്ലൊരു ശതമാനത്തോളം ഈ സ്കൂളിൻ്റെ ഈ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ, എൻ്റെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ തൂണിൻ്റെ ചുവട്ടിലാണ് ഞാൻ ബുക്ക് വെച്ച് ആമേൻ പഠിച്ചൊരു കാലം. സാറ് പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ബ്രദർ ഇരിക്കുന്ന പോലെ ചെവി ഓർക്കും. ഇത്രയും ദൂരമുണ്ട് സാറും ഞാൻ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കേൾക്കും, ചിലപ്പോൾ ഇതൊന്നും കേൾക്കാൻ പറ്റുകയില്ല. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്തപ്പം ഞാനും എൻ്റെ ഞങ്ങൾ 4 മക്കളാണ്. ഞാൻ ഏറ്റവും ഇളയത്. എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ നെയ്യാറ ഇന്ത്യൻ റിവൈവൽ അസംബ്ലി ചർച്ചിൻ്റെ പാസ്റ്ററാണ്, കുന്നംകുളത്ത് പാസ്റ്റർ BJ ജോണി. ആമേൻ. അദ്ദേഹവും ഞാനും കൂടെ തീരുമാനമെടുത്തു, ഇനി ഈ കർത്താവിൻ്റെ വേല ഒരിക്കലും ചെയ്യുകയില്ല. കാരണം സുവിശേഷം എന്ന വാക്കുകൊണ്ട് ഞങ്ങൾ കേട്ടൊരു കാര്യം പട്ടിണി എന്നാണ്. ആമേൻ. മനസ്സിലാക്കിയത് അങ്ങനെ, ഉടുക്കാനൊരു നല്ലൊരു വസ്ത്രമില്ല. ആമേൻ. നല്ലൊരു ഡ്രസ്സ്, നല്ലപോലെ ഭക്ഷണം കഴിച്ചൊരു ഓർമ്മ ഞങ്ങൾക്കില്ല, നല്ലൊരു വീട് ഞങ്ങൾക്കില്ല. ആമേൻ. അപ്പോൾ ഇതെല്ലാം ആയതുകൊണ്ടൊരു തീരുമാനം എടുത്തു. അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞു, മോനെ നമുക്ക് വെറുതെ പറഞ്ഞാൽ പറ്റത്തില്ല, ബൈബിൾ എടുക്കുക. ഞാനും അദ്ദേഹത്തിൻ്റെ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഈ നാമത്തിന് വേണ്ടി നിൽക്കുകയില്ല. ആമേൻ. അന്ന് തീരുമാനമെടുത്ത. പക്ഷേ കൃപയാൽ പ്രൈസ് ഗോഡ് പറയട്ടെ, ഈ നാമം ശക്തിയുള്ളതായതുകൊണ്ട് ആമേൻ ഇതിനു വേണ്ടി നിൽക്കാൻ സ്വർഗം ഞങ്ങൾക്ക് സാവകാശം ഒരുക്കി. ഇന്ന് ഞങ്ങളെല്ലാവരും സുവിശേഷ വേലക്കാരാണ്. പ്രൈസ് ഗോഡ്. മാത്രമല്ല ഞാൻ അവൻ നിൽക്കാത്ത സ്റ്റേജുകൾ വളരെ കുറവാണ്. ദൈവത്തിൻ്റെ ആത്മ വടക്കേ ഇന്ത്യയിലൊക്കെ ശക്തമായി അവൻ സുവിശേഷീകരണത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും മാറി മാറി ഉപയോഗിക്കാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ പറഞ്ഞത്, ഇവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും അവൻ പെട്ടെന്നുണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തല്ല ഇന്ന് പകൽ നിൽക്കുന്നത്. പ്രിയരെ, ദൈവത്തിൻ്റെ ആത്മാവിൽ നടത്തുന്നൊരു ദൈവമുണ്ടെന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ
ആ കരം, അദൃശ്യമാർന്ന കരം കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന നിൽക്കുന്നത്. അതുകൊണ്ട് ആമേൻ, ദൈവം നടത്തുകയില്ല, എനിക്കൊരു മാറ്റമില്ലേ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ദൈവാത്മാവിൽ പറയാം, നിങ്ങളെ ചലിപ്പിക്കുന്നൊരു സ്വർഗമുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങളെ കാണുന്നൊരു കർത്താവുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നമുക്കുണ്ട്. പ്രത്യേകിച്ച് 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ ആമേൻ 3-ാം ദിവസമായി ഇന്ന്. ആമേൻ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, എങ്ങനെ പൂട്ടിയാലും ഒരു 3-ാം ദിവസം നമുക്കുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ കല്ലറ വിട്ട് പുറത്തു വന്ന് വിജയിച്ചൊരപ്പനെയാണ് സേവിക്കുന്നത്. അതുകൊണ്ട് പരാജയ ഭീതിയുള്ള ആരെങ്കിലും ഇന്ന് പകൽ ഈ ഹോളിനകത്തുണ്ടെങ്കിൽ, നടക്കുകയാണെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിഷയം ഇന്ന് പകൽ ആമേൻ ഉള്ളവരാരെങ്കിലും ഇന്ന് ഈ ഹോളിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ പറയാം, നിന്നെ നടത്തുന്നൊരു ദൈവത്തെ നീ സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവൻ അതുകൊണ്ട് ആത്മാവിൽ വിശ്വസിക്കുക, നിന്റെ തലമുറയ്ക്കൊരു വിടുതലുണ്ട്. ഉണ്ടെന്നേ. ഹല്ലേലൂയ. എനിക്കൊരു നന്മയുണ്ട്. ഉണ്ട്. കാരണം കണ്ടേച്ച ഇന്ന് പകൽ ഈ ഹോളിനകത്ത് നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുന്ന പകലാണത് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരുന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിന്റെ ഉള്ളിൽ തന്നൊരു വെളിപ്പാട് ഇങ്ങനെ, ഇന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ചെല്ലുമ്പം എൻ്റെ വീട്ടിനകത്തൊരു മാറ്റം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് വന്ന 2 ഹൃദയങ്ങൾ ഈ ഹോളിനകത്തുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് മടിയില്ലെങ്കിൽ കൈ ഉയർത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം. യെസ്, പ്രൈസ് ഗോഡ്. ആമേൻ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിനകത്തൊരു മാറ്റം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് വന്ന നിന്റെ വരുന്ന പകൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഉദാഹരണം പറഞ്ഞ് ശ്രദ്ധിച്ചോ, ഞാൻ പ്രാർത്ഥിക്കാം അതിന് ശേഷം. പ്രൈസ് ഗോഡ്. ഫൊയ്നിക്കാക്കാരി എന്നൊരു സ്ത്രീ യേശുവിനെ കാണാൻ വേണ്ടി യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യജമാനനെ, എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ മകള് വലിയ ഭാരത്താലുള്ള അവൻ ഭൂതബാധിതയാ. യേശു പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വന്നേ, ഒഴിവാക്കാൻ പറഞ്ഞതല്ല, ഇവളുടെ വിശ്വാസം ശിഷ്യന്മാരൊന്ന് പഠിക്കണം. അതിനാ. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ചാട്ടെ, ഒന്ന് കൈ ഉയർത്തേണ്ട വിഷയം. പ്രൈസ് ഗോഡ്. ശുശ്രൂഷയിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഒരു ബ്ലോക്കുണ്ട് ദൈവദാസനെ. ഹല്ലേലൂയ. ശക്തമായി കർത്താവ് നിർത്താൻ ആഗ്രഹമുണ്ട്, പക്ഷേ പല മേഖലയും തടസ്സമാണ്. പ്രൈസ് ഗോഡ്. താങ്കളുടെ ഒരു പ്രത്യേകത ആദ്യം തടസ്സമാണ്, പിന്നെ അങ്ങോട്ട് ഉയർച്ചയാണ്. ശക്തമായി പ്രാർത്ഥിക്കണമേ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി. ശുശ്രൂഷ മണ്ഡലം. പ്രൈസ് ഗോഡ്. അവൻ തടഞ്ഞിട്ട പൈശാചിക ദുർവ്യാപാരങ്ങളിലേക്ക് ഇന്ന് പകൽ ആത്മാവിൻ്റെ തീയിറങ്ങട്ടെ. എനിക്കൊരു ഉറപ്പുണ്ട്, നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ പ്രൈസ് ഗോഡ് അത്ഭുതങ്ങൾ നടക്കും. കാരണം ഇതിൻ്റെ പേര് ജീവനുള്ള വചനമെന്നാണ്. പ്രൈസ് ഗോഡ്. കാരണം യേശു ലൂക്കോസ് 4:31 യേശു വചനം പ്രസംഗിച്ചപ്പോൾ അശുദ്ധ ഭൂതവിളകി പുറത്തിയാടിയെന്ന. പ്രൈസ് ഗോഡ്. അങ്ങനെയാണ് ഇന്ന് വചനത്തിന്റെ വെളിപ്പാട് വ്യാപരിക്കുമ്പോൾ അവൻ ഏതെങ്കിലും അന്ധകാര ശക്തികൾ ഈ പരിസരത്തെവിടെയും ഉണ്ടെങ്കിൽ അതിന്റെ അടിത്തറയിൽ ഇളകുന്ന പകലാണെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുപോലെ തിരുവല്ല പട്ടണത്തിൽ വ്യാപരിക്കുന്ന ആമേൻ ആമേൻ ആഭിചാരം, മന്ത്രവാദങ്ങൾ, നേർച്ച കാഴ്ചകൾ, ശുദ്രപ്രയോഗങ്ങൾ, അവൻ ഇത്യാദി സകല അവൻ ആഭിചാര പ്രക്രിയകളും ആത്മസാന്നിധ്യത്താൽ ഇന്നു മകളെ ഓടഞ്ഞു മാറുന്ന മകളാണ് ദേവൻ. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറ. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ തീരകട്ടെ, തീരകട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ ആമേൻ. പിശാചേ, നീ വഴിമാറണം. ഇതെന്റെ യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മുഴങ്കാലം അടക്കിയിരിക്കുമ്പോ അന്ധകാര ശക്തികൾ ജയിക്കുകയില്ല. ഞാൻ എങ്ങനെ വിടുതൽ പ്രാപിച്ചത് ഞാൻ പറഞ്ഞ ഉദാഹരണം നിർത്തിക്കൊണ്ട് പറയട്ടെ. ഞങ്ങൾക്ക് ശുശ്രൂഷയിലേക്കും ഇതുപോലെ കൈയടിക്കാനും പ്രാർത്ഥിക്കാനും ആളില്ല കണ്ണൂര്. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, കുഞ്ഞേ, നമ്മളെന്താ ചെയ്യണ്ടേ? അപ്പോൾ പാസ്റ്റർ പറഞ്ഞു 21 ഉപവാസത്തിൻ്റെ ആദ്യത്തെ 21 ഇവിടെ. പ്രൈസ് ഗോഡ്. പ്രിയരെ, ഞാൻ 8 പ്രാവശ്യം 40 ദിവസം ഇരുന്നു. ആമേൻ. ആത്മാക്കൾ വിടുവിക്കപ്പെടാനേ 21-ൻ്റെ 7-ൻ്റെയും കണക്ക് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്. ഏറ്റവും വലിയ തെളിവെൻ്റെ യേശുവാ. പ്രൈസ് ഗോഡ്. ഇന്നലെ വരെ എൻ്റെ കൂടെ ഉപവാസം ഇരിക്കുന്ന ഒരു അഭിഷേകത്തിന് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഒരാൾ മരിച്ചിട്ട് രാവിലെ പോയി. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ആമേൻ ആമേൻ. അങ്ങനെ അതുകൊണ്ട് ഉപവാസമൊക്കെ ഇരിക്കും, ഇച്ചിരി വയറൊക്കെ പോകുകയും. എനിക്കാണ് സാമ്പാർ കഴിക്കണമെന്നൊരു തോന്നും. 37-ാമത്തെ ദിവസം സാമ്പാറും ചോറും നോക്കണേ. പിശാച് ഞാൻ എൻ്റെ ഉള്ളിൽ പറയാ, ആരും കാണാതെ പോയി കഴിച്ചേക്കാം. 100 പാസ്റ്റർമാർ ഇതിൽ ഉപവാസം ഇരിക്കുക. ഞാൻ ഓർത്ത് വന്ന മെല്ലെ പോയി സാമ്പാറും ചോറും കഴിച്ചേക്കാം. പക്ഷെ അതൊരു കടമ്പയായിരുന്നു.
അത് കടന്ന് പിന്നെ ഇരുന്ന് 40. പ്രൈസ് ഗോഡ്. അങ്ങനെ 8 പ്രാവശ്യം 40 ഇരുന്ന്. പ്രൈസ് ഗോഡ്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയിരിക്കുമ്പോൾ എന്നെ പ്രത്യേകം അറിയാമോ, ഒരു 6-7 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പായിട്ടിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ഇവിടെ വരുമ്പോഴത്തേന് ഭൂതങ്ങൾ ഇളകി ഇവിടെ വന്നങ്ങ് വീഴും. ഇൻ ജീസസ് നെയിം എന്ന് പറയുമ്പോൾ പറന്ന് അവനെ പോകുന്നത്. ആമേൻ. അങ്ങനെ ഒരുപാട് രോഗികളെ ദൈവം സൗഖ്യമാക്കി. അങ്ങനെയാണ് തിരുവല്ല പട്ടണത്തിൽ 21 ദിവസം ഉപവാസം എന്ന ദർശനത്തോടെ പ്രാർത്ഥനയിരിക്കുന്ന ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ചോ. ഈ ദേശത്ത് കൊടികുത്തി വാഴുന്ന 1000 കുടുംബങ്ങൾ എന്ന ദർശനത്തോടു കൂടി അവൻ ഉപവാസം ഇരിക്കുന്ന ദൈവമക്കളുടെ ആത്മാവിൽ പറയട്ടെ, ഈ ദേശത്ത് കൊടികുത്തി വാഴുന്ന ദുർവ്യാപാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്നു പകൽ ഓടഞ്ഞു മാറാൻ പോകുകയാമേൻ. നിന്റെ ആധിപത്യം തീർന്നു. നിനക്കിനി ഇരിക്കാൻ സമയമില്ല. ഇനി എന്റെ യേശുവിന്റെ ദിവസമാ. കാരണം ഇന്ന് 3-ാം ദിവസമാ. ഹല്ലേലൂയ. ഇന്ന് ചങ്ങല പൊട്ടു. ആമേൻ. ഇന്ന് പകൽ ബന്ധനങ്ങൾ അടിയും. ഹോ ഹല്ലേലൂയ. ഇന്ന് പകൽ പൂട്ടിയിട്ട മണ്ഡലങ്ങളെ സ്വർഗം അടിക്കാൻ പോവുകയാ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയട്ടെ. അതുകൊണ്ട് വീട്ടിനകത്ത് ശക്തമായി പറ, വീട്ടിനകത്ത് ഞാൻ അത്ഭുതം കാണും. ഓ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാക്യത്തിലേക്ക് വരാൻ പോണേ. ഒരിക്കൽ പറഞ്ഞു, അപ്പാ എൻ്റെ കുഞ്ഞിൻ്റെ ഭൂതബാധിത മാറ്റണം. യേശു ഒരുപാട് ഒഴിവൊഴിവൊക്കെ പറഞ്ഞു. എന്താണെന്നറിയാമോ, ഈ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ ക്ലാസ് കൊടുക്കുക. ഈ സ്ത്രീ പോയില്ല. അപ്പാ എൻ്റെ കുഞ്ഞ്, നീ പോവനെ, നീ തിരിച്ചു പോ. ഇല്ല, എൻ്റെ കുഞ്ഞ്. ശ്രദ്ധിച്ചോണേ, അടുത്ത വാക്യം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വീട്ടിൽ ചെന്നാ വിടുതല. ശ്രദ്ധിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നീ വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവാത്മാവ് വീണ്ടും പറയുക, എൻ്റെ വിദേശത്തുള്ള മക്കളൊക്കെ എനിക്കുണ്ട്. പക്ഷെ എല്ലാവരുടെയും പോലെ ജോലിയോ നല്ല ശമ്പളമോ കിട്ടാതെ വരണ്ട അനുഭവമായി ഇന്ന് ഈ ഹോളിനകത്ത് വന്നിരിക്കുന്ന ദൈവമക്കളുടെ ആത്മാവിൽ പറയുക, നീ പ്രാർത്ഥന ആരംഭിച്ചോ. പ്രൈസ് ഗോഡ്. നിന്റെ വീട്ടിനകത്ത് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ എൻ്റെ സ്വർഗം അത്ഭുതം ചെയ്യുക. പ്രൈസ് ഗോഡ്. ഈ സ്ത്രീ ചോദിച്ച് എപ്പോഴാ വിടുതൽ നടന്നേ? അന്നേരം മക്കൾ പറഞ്ഞു, 11:10 ഇറങ്ങി വിശ്വസിക്കുക. എപ്പോഴാ ഈ ടൈം എന്നറിയാമോ? ഈ ടൈം യേശു പറഞ്ഞ ടൈമാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എൻ്റെ അപ്പം പറഞ്ഞ പിന്നെ ആർക്കും തടയാൻ പറ്റുകയില്ല. പ്രൈസ് ഗോഡ്. വിശ്വസിക്കാൻ മാത്രം സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ലോർഡ്. അപ്പൊ ഇവരുടെ പ്രത്യേകത അറിയാമോ? ഇവർ ചെന്നേച്ച് കൊണ്ടാ പോന്നേ. ഉറപ്പല്ലേ? ഇവിടെ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പിടിക്കാൻ പോവാ. നമ്മൾ ചിലതിനെ നേടാൻ പോവാ. പ്രൈസ് ഗോഡ്. ലൂക്കോസ് 4:31. ആമേൻ. വായിക്കാനില്ല. യേശു വചനം പ്രസംഗിച്ചപ്പം അശുദ്ധ ഭൂതവേളകി. അങ്ങനെയാണെങ്കിൽ അഭിഷേകമുള്ളവൻ, ഉപവാസം ഇരിക്കുന്നവൻ, അവൻ എപ്പോഴാന്നറിയാം? എപ്പോഴാ? യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. എപ്പോഴാ? ആമേൻ. ഉപവാസം കഴിഞ്ഞിട്ട് യേശു ഗലീലയിൽ കാലുകുത്തി. ഓ പ്രൈസ് ഗോഡ്. ഇതിനു മുമ്പ് പലപ്പോഴും നടന്നിട്ടുണ്ട്. പക്ഷെ ഈ നടപ്പിന് പ്രത്യേകതയുണ്ട്. ഇത് 40 കഴിഞ്ഞിട്ടുള്ള വരവാ. പ്രൈസ് ഗോഡ്. 21 കഴിഞ്ഞ് എഴുന്നേക്ക് ദൈവമേ. നീ കാല് വെക്കുമ്പോ ഓ ഹല്ലേലൂയ, നിന്റെ ദേശത്തിന്റെ കെട്ടിന് എന്റെ സ്വർഗം അടിക്കാൻ പോവുക. താങ്ക് യു ജീസസ്. ദേശത്ത് കൊടികുത്തി വാടുന്ന സകല മാന്ത്രിക ശക്തികളെയും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എന്റെ സ്വർഗം ഓടച്ചു മാറ്റാൻ പോകുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യെസ് യെസ് യെസ്. ഹല്ലേലൂയ. അതുകൊണ്ട് വരണ്ട അനുഭവങ്ങൾ മാറാൻ വേണ്ടി കൈ ഉയർത്തിക്കോ. ദൈവത്തിന്റെ ആത്മാവ് തീ അയക്കാൻ പോവാ. തീ എന്നെ ഇവിടെ നിർത്തുന്നില്ല കർത്താവ്. ഇന്ന് പോലെ എന്തൊക്കെ നടക്കും. ഹല്ലേലൂയ. അവൻ ശക്തമായി പ്രാർത്ഥിക്കുക. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി. അതുപോലെ തന്നെ ചോദിക്കട്ടെ, തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട കൈവർത്തല്ലേ. ശരീരത്തിനകത്ത് വരിഞ്ഞു മുറുക്കിയിട്ടിരിക്കുക. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. പക്ഷേ ശരീരത്തിനകത്തൊരു വിടുതൽ കാണാൻ പറ്റുന്നില്ല. ആമേൻ 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 ആമേ എന്നുള്ള പ്രിയപ്പെട്ടതിനകത്തുണ്ട്. പ്രൈസ് ഗോഡ്. ശക്തമായി ഏറ്റെടുത്താട്ടെ. ദൈവത്തിൻ്റെ ആത്മസാന്നിധ്യം വെളിപ്പെടട്ടെ. ഓഹോ, ഇൻ ജീസസ് നെയിം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം എല്ലാവരുടെ അതിന് 24-ാം അധ്യായം എടുത്താട്ടെ. താങ്ക് യു ജീസസ്. അതിൻ്റെ 36-ാമത്തെ വാക്യം ഒരാളെന്ന് ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ഇന്ന് വൈകിട്ട് ഉണ്ടല്ലോ നമ്മുടെ മീറ്റിംഗ്. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. താങ്ക് യു ലോർഡ്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു.
അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ. എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ആ വാക്യം ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിച്ച് നിർത്താം. നിങ്ങൾക്ക് വേണേ എന്നെ കാണാം, അല്ലെങ്കിൽ എന്നെ തൊടാം. ഇത് രണ്ടും ഈ പ്രാർത്ഥന നടക്കാൻ പോവാ. യേശുവിനെ തൊട്ട വിടുതലുണ്ടോ? പറഞ്ഞേ, ഉണ്ടോ? ഉണ്ടെന്നേ. നമ്മൾ പ്രാപിച്ചേ മടങ്ങുള്ളൂ. പ്രൈസ് ഗോഡ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത 3-ാം ദിവസമാണ്. ഇന്ന് ഉയർപ്പിൻ്റെ ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ചിലത് ഈ ഹോളി കർത്താവ് ചെയ്യും. പ്രൈസ് ഗോഡ്. തുടർന്നുള്ള സമയം നമ്മൾ ദൈവവചന ചിന്തയെ അവൻ വ്യാഖ്യാനിച്ചെങ്കിൽ ഇടാൻ പോവുക. എല്ലാവരും കൊണ്ടുപോക്കണം. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ 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 നിൻ്റെ തലമുറയുടെ സ്ഥിതി മാറും. ആമേൻ. ഉയർന്ന ശമ്പളം ലഭിക്കേണ്ട നന്മകൾ ലഭിക്കാതെ അതിനകത്ത് ശമ്പളമുണ്ട്. പ്രൈസ് ഗോഡ്. പുറത്താരോടും പറയാതെ ഭാരപ്പെടുന്നവരുണ്ട്. അത് നീ പ്രാർത്ഥന കഴിയുമ്പോൾ ഇവിടെ നടക്കും. വിശ്വസിക്കുന്നുണ്ടോ? ഇനി വീട്ടിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ, പിന്നെ എല്ലാം ഒന്നും കൈവർത്തുന്നില്ല. ആമേൻ. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒത്തിരി ഉണ്ട്, ഒത്തിരി ചെയ്യാൻ കഴിയും. ചെയ്തേച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ശൂന്യമാണ്. അങ്ങനെയുള്ള വീട്ടുകാരും ഈ ഹോളിനകത്തുണ്ട്. അതിനകത്തും ഇന്ന് പകൽ ദൈവം മറുപടി തരാൻ പോവാ. പ്രൈസ് ഗോഡ്. അഭിഷക്തന്മാരെ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചോണം. നമ്മൾ ഒന്നിച്ച് ചേർന്ന് ചില നിമിഷങ്ങൾ കർത്താവിൻ്റെ വചനം ചിന്തിച്ചതിന് ശേഷം നമ്മൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ തിരുവല്ല പട്ടണത്തിൽ 21 ദിവസവും അല്ലെങ്കിൽ ദിവസം ഉപവാസം ഇരിക്കുന്ന 10 ദൈവമക്കൾ ഒന്നിച്ചു കൂടിയ ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർ, അടുത്ത വർഷത്തെ ഉപവാസ പ്രാർത്ഥന താങ്കൾ ലക്ഷ്യം പോലെ 1000 കുടുംബങ്ങളെ കൊണ്ടായിരിക്കും. സന്തോഷത്തോടെ എത്ര പേരുണ്ട്? അതുകൊണ്ട് ആത്മാവിൽ പറ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനി ആ വാക്യത്തിലേക്ക് കടക്കാൻ പോകുവാണ്. നിങ്ങൾക്ക് വേണേ എന്നെ കാണാം, അല്ലെങ്കിൽ എന്നെ തൊടാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ശത്രുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടു. അതിനുശേഷം ഇവർക്കൊരു തീരുമാനം, ഇവർ ഉറപ്പായി ഇനി പ്രതികൂലങ്ങളൊന്നും ബാക്കി നിൽക്കുകയില്ല. പ്രൈസ് ഗോഡ്. അതിനുശേഷം അടക്കി കഴിഞ്ഞപ്പം മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 62-ാമത്തെ വാക്യം കൂടെ ഒന്ന് ഓടിച്ച് വായിച്ചേ. അതുകൂടെ പറയിച്ച് ഞാൻ വേഗം ദൈവവചന ചിന്തയിലേക്ക് അവൻ ഓടിപ്പോകട്ടെ. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 62 തുടങ്ങിയുള്ള വാക്യങ്ങളാ. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. അപ്പം യേശുക്രിസ്തു ഈ വായിച്ച സഹോദരൻ്റെ കൈ ഉയർത്തി, വായിച്ച ദൈവദാസി, പതിനം വായിച്ച ദൈവദാസിൻ്റെ കൈ ഉയർത്തിയാട്ടെ. ശക്തമായി ശുശ്രൂഷയിലും ഉന്നമനത്തിനും ഒക്കെ വലിയ തീവ്രമായ ആഗ്രഹമാണ്. പക്ഷെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോൾ നിൻ്റെ കുടുംബത്തിനകത്ത് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധിയായിട്ട് അതങ്ങ് തട്ടി മാറുക. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആമേൻ. അതിനെതിരെ വ്യാപരിക്കുന്ന ദുർവ്യാപാരത്തോട് ഞാൻ പരിശുദ്ധാത്മാവിൽ കൽപ്പിക്കുക. പ്രൈസ് ഗോഡ്. പിശാചി, ദൈവവചനത്തിലൊരു വാക്യമുണ്ട്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവൻ നിനക്ക് തരും. ഞങ്ങൾ ആഗ്രഹിക്കും, ഞങ്ങളത് നേടും. പ്രൈസ് ഗോഡ്. അതിന് തടസ്സമായി വ്യാപരിക്കുന്ന സകല പ്രതിസന്ധിയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. പ്രൈസ് ഗോഡ്. അവിടെ ശക്തമായി പ്രാർത്ഥിക്കുക കുഞ്ഞ്, ദൈവം നിന്നെ ഉയർത്തും. ആമേൻ. നിനക്കൊരു പദവിയുണ്ട്, പദവി. അതിലേക്ക് സ്വർഗം കൊണ്ടുപോകട്ടെ. ഹല്ലേലൂയ. അതിനായി സ്തോത്രം ചെയ്യും. അപ്പം വായിച്ചേ, ഉയർത്തി ജീവിച്ചിരുന്ന യേശുവിനേക്കാൾ കൂടുതൽ ഇവർ ഭയപ്പെടുന്നതും മരിച്ച യേശുവിനെയാണ്. കാരണം എന്താ? ആമേൻ. പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അതിവൻ മാത്രമാണെന്നറിയാം. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഉറപ്പാണെന്നറിയാമോ? നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. ഉറപ്പുണ്ടോ?
ഉറപ്പുണ്ടോ? അവൻ വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. മാറുവോ? മാറുകയില്ല. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ വിശ്വസിക്കുക. അവൻ നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ നടക്കാൻ പോകുക. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിനെ ഉറപ്പിച്ചു. അവൻ ചുരുക്കി പറയുക, ഉറപ്പിച്ചു. എന്തിനെ? കല്ലറയെ. എന്തിനാ? പുറത്തു വരാൻ പാടില്ല. പ്രൈസ് ഗോഡ്. പിശാച് പൂട്ടിയാൽ ഇങ്ങനെ ആയിരിക്കുമേ, ഒരിക്കലും നിന്നെ പുറത്തു വരാൻ സമ്മതിക്കുകയില്ല. പക്ഷേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് 3-ാം ദിവസമാണ്, ഇന്ന് ഉയർപ്പിന്റെ ദിവസമാണ്. സന്തോഷമുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് സകല ചങ്ങലയും പൊട്ടും. ആമേൻ. ഉറപ്പുള്ളവർ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ പടയാളികളൊക്കെ അങ്ങനെ കാവൽ നിൽക്കുക കേട്ടോ. അവൻ 3-ാം ദിവസം രാവിലെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ചങ്ങല പതിയെ ചലിക്കാൻ തുടങ്ങി. അടച്ചു വെച്ച കാരാഗ്രഹം കല്ലറ പതിയെ അഴിയാൻ തുടങ്ങി. എന്താ കാര്യം എന്നറിയാമോ? നിന്റെ ചിന്ത ഇവൻ പുറത്തു വരരുതെന്ന, പക്ഷെ സ്വർഗത്തിലെ ചിന്ത ഇവനെ ഉയർപ്പിക്കണമെന്ന. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഏത് ശക്തി കൂട്ടിയാലും ഞങ്ങൾ പുറത്തു വരാൻ പോകുക. കാരണം ഇത് 3-ാം ദിവസമാണ്. ഹല്ലേലൂയ. അങ്ങനെ യേശു പുറത്തു വന്നു. ആമേൻ. ഇതിലൂടെ ഞാൻ ഒരു 6-7 യേശുവിനെ പരിചയപ്പെടുത്താൻ പോകാട്ടോ. ഒരു 7-8 യേശുവിനെ പരിചയപ്പെടുന്നില്ല. പ്രൈസ് ഗോഡ്. ഒന്ന്, ഉയർത്തെഴുന്നേറ്റ യേശു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. നിന്റെ വിജയത്തിന്, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ എന്റെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുക. ഇനി ഇതിനെ ആർക്കും തടയാൻ പറ്റുകയില്ല. പ്രൈസ് ഗോഡ്. അവൻ യേശു എന്റെ മേൽ ഉയർത്തു എന്ന് വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളെ സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. അപ്പൊ കല്ലറയ്ക്ക് ചെന്നു, ഉയർത്ത യേശുവിനെ കണ്ടു. ആമേൻ. സമയത്തിന്റെ പരിമിതി കൊണ്ടാ ഞാൻ വേഗം മുൻപോട്ട് പോവുക. അവിടെ എവിടെ വായിച്ചെന്നറിയാമോ? അപ്പൊ പീലാത്തോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ലപോലെ ഉറപ്പിച്ചോ. ഇങ്ങനെയുള്ള പ്രിയപ്പെട്ട ഇന്ന് ഹോളിനകത്തുണ്ട്. ഇവിടെ ഞാൻ ചില നാളുകൾക്ക് മുമ്പ് വയനാട്ടിൽ എൻ്റെ കൂട്ടുകാർ അഭിഷക്തൻ്റെ വീട്ടിൽ സഭയിൽ ഒരു പെൺകുഞ്ഞിൻ്റെ മേൽ വ്യാപരിച്ച് അന്ധകാര ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ചെല്ലുന്ന സമയത്ത് തലോസനെ ഫോണിൽ പിടിച്ച് പാസ്റ്ററിനെ കാണിച്ചും പറഞ്ഞു, ഞാൻ പോകുന്നോർത്ത് നീ വരല്ല. ആമേൻ. ഞങ്ങൾ രാവിലെ ഇവിടെ വണ്ടിയെടുത്തു ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ പറഞ്ഞു വിടാൻ നീ നടക്കുകയല്ല. ഞാൻ അവിടെ ചെന്നത് എന്താ പറയുന്നത് അറിയാമോ? അപ്പോൾ എല്ലാവരും ഓർത്തു, വന്ന പാസ്റ്റർ ഇപ്പം ഇതിനെ എടുത്തങ്ങ് കളയുമെന്ന. ഞാനവിടെ കുറച്ചേരം നിർദ്ദേശിച്ച് പറഞ്ഞു, ഒരു 15 മിനിറ്റ് ദൈവവചനം മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യം വചനമുണ്ടായിരുന്നു, വാക്യത്തിൽ പറ. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ഇരിക്കുന്നവർ ഇരുന്നവനും വരുന്നവനുമായ നമ്മുടെ കർത്താവ്. ആമേൻ, ആമേൻ, ആമേൻ. വീഴാതെ വണ്ണം തന്നെ മഹിമാസനത്തിൽ കളങ്കമില്ലാതെ നിർത്തുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ ഒരു 15 മിനിറ്റ് വചനം സംസാരിച്ചപ്പം ഈ പിശാച് പറയുന്നത് അറിയാമോ? നിർത്തിക്കേ, നമുക്ക് കോംപ്രമൈസിലെത്താം. എന്താ കോംപ്രമൈസ്? ഞാൻ തൽക്കാലം പോകാം, പിന്നെ വന്നോളാം. വചനത്തിന് ശക്തിയുണ്ടോ? വചനത്തിന് ശക്തിയുണ്ടോ? അവൻ ഞാൻ പറഞ്ഞു കോംപ്രമൈസ് നിൽക്കട്ടെ. കാരണം എന്താ? നമ്മുടെ ശുശ്രൂഷ കോംപ്രമൈസിൻ്റെതല്ല. ഹല്ലേലൂയ. കുറെ കഴിഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറെ കഴിയുമ്പോൾ പൊക്കോളാം, നിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല. എന്താ കാര്യം എന്നറിയാമോ? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധി മജ്ജകളെ തുളച്ചു ചെല്ലുന്നതുമായ ദൈവവചനത്തിന്റെ ശക്തിയെ വ്യാപരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് വിശ്വാസത്തിൽ കാണുക, സകലതും പൊട്ടുവന്നേ പൊട്ടും. ആമേൻ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിലേക്ക് നന്ദി പറയട്ടെ. കൈവർത്തി. പ്രൈസ് ഗോഡ്. നിനക്കൊരു ശുഭവാക്യമുണ്ട്, ശക്തമായി പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിൽ ആർക്കും നിൽക്കാത്ത മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നിർത്തും. ശക്തമായി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പറയുന്നത് എൻ്റെ കുടുംബത്തിലൊന്നും ആരും ഇല്ലല്ലോ, പേടിക്കണ്ടെന്നേ, വിശ്വസിക്കുക. നീ പ്രതീക്ഷിക്കാത്തിടത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ കൊണ്ടുപോകും. താങ്ക്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. അപ്പോൾ തൊട്ടെ ജനത്തെ തൊട്ടെ. ഹല്ലേലൂയ. അതുപോലെ ചില നാളുകൾ ഉദരത്തിനകത്ത്. ആമേൻ. പ്രൈസ് ഗോഡ്. എനിക്ക് പറ്റത്തില്ല, ഉദരത്തിനകത്ത്. ആമേൻ. വലിയ അസ്വസ്ഥത. എത്ര പ്രാർത്ഥിച്ചിട്ടും രോഗം മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. അവൻ എന്ന് പറഞ്ഞ് കൈ ഉയർത്താൻ മടിയില്ലാത്ത കൈ ഉയർത്തിയാട്ടെ. അവൻ സൗഖ്യത്തിന് ദൈവം ഇന്ന് ഹോളിനകത്ത് വ്യാപരിക്കാൻ. പ്രൈസ് ഗോഡ്. ആത്മാവിൻ്റെ തീരട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് അഴിക്കണം. ആമേൻ. നീ ഇരിക്കരുത്. ഞങ്ങൾ ദൈവമക്കൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥന ചെയ്ത നിന്റെ കോട്ടകൾ തകരണം. പ്രൈസ് ഗോഡ്. എവിടെ അവസാനിപ്പിച്ചേ? അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റ സകല വ്യക്തികൾക്കും വെളിപ്പെട്ട് കേട്ടോ. ഞാൻ ആ സമയം പോയത് കൊണ്ട് വേഗം അങ്ങ് മുമ്പോട്ട് പോകാം. അതിന്റെ 13ാമത്തെ വാക്യം വായിക്കുന്നത് എങ്ങനെയാ? അന്ന് തന്നെ അവർ 2 പേര് വായിച്ചോ. ഇനിയാണ് നമ്മുടെ മെസ്സേജ് ആരംഭിക്കുന്നത്. വായിച്ചോട്ടെ. അന്ന് തന്നെ അവർ 2 പേര് എമവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ
സംഭവിച്ചതിനെ കുറിച്ചൊക്കെ സംസാരിച്ചും തർക്കിച്ചും പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, വായിച്ചു 24:13 ലൂക്കോസിന്റെ സുവിശേഷം. താങ്ക് യു ലോർഡ്. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ഇവർക്ക് ഒത്തിരി പരാതികളൊക്കെ ആയിട്ടാ പോകുന്നത്. ആമേൻ. ഒരാൾ പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റോ? അറിയത്തില്ല. ഉയർത്തെഴുന്നേറ്റു? അറിയത്തില്ല. 2 പേർക്കും തർക്കമാ. ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് പോകുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അവരെ അടുക്കൽ യേശു വന്നു. പ്രൈസ് ഗോഡ്. എന്നിട്ട് എങ്ങനെ യേശു നിന്ന്? ചേർന്നു നിന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ, ആമേൻ, വചനത്തിന്റെ വെളിപ്പാടിൽ പറയട്ടെ, നീ നിൽക്കുന്ന ഇടത്ത്, ആമേൻ, എവിടെയാണോ നിൽക്കുന്നത് നിന്റെ അടുത്ത് നിന്റെ യേശു നിൽക്കുക. വിശ്വസിക്കുന്നവരുണ്ട്. പ്രൈസ് ഗോഡ്. എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ആകെയുള്ള പ്രത്യേകത, എനിക്കൊരു ഉറപ്പെന്നറിയാമോ? എൻ്റെ കൂടെ യേശു ഉണ്ടെന്നുള്ള ഉറപ്പാ. പ്രൈസ് ഗോഡ്. വിശ്വസിക്കുക. എൻ്റെ പ്രമോഷനില്ലാത്ത മോളുടെ കൂടെ യേശു ഉണ്ട്. ആമേൻ. എൻ്റെ രോഗസൗഖ്യമില്ലാത്ത എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എൻ്റെ യേശു ഉണ്ട്. ഹല്ലേലൂയ. ജോലിയിൽ ഉയർച്ചയില്ലാത്ത, അവന്റെ ശുശ്രൂഷയുടെ മേൽ, അവന്റെ തലമുറയുടെ മേൽ എന്റെ യേശു ഉണ്ടെന്ന ഉറപ്പുള്ള എത്ര പേര് ഉള്ളതുണ്ട്? 2. ആമേൻ. ഇപ്പൊ നമ്മളെ കാണുന്ന ആരെയാ കാണുന്നേ? അഭിഷക്തന്മാരെ പറഞ്ഞാട്ടെ, നമ്മളെ കാണുന്നൊരു യേശുവിനെ കാണുന്നത്. ശ്രദ്ധിക്കാമോ? അങ്ങനെ പ്രഷറും ഹാർട്ട് അറ്റാക്കും ഡയബറ്റിക്സും ഒക്കെ അങ്ങ് മാറി നിൽക്കാൻ പോവുക. ആരടുത്ത് നിൽക്കുന്നേ? എൻ്റെ യേശു. ഉറപ്പുള്ള എത്ര ദൈവദാസന്മാരുണ്ട്. പ്രൈസ് ഗോഡ്. പരസ്യയോഗത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ആത്മാവിൽ പറ, ജോർജ് അല്ല പ്രസംഗിക്കുന്നത്, അവൻ യേശുവാ പ്രസംഗിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവൻ ശുശ്രൂഷയിൽ അവൻ ദൈവാത്മ ഉപയോഗിക്കട്ടെ. അവൻ പ്രാർത്ഥിക്കുമ്പോൾ പറ, അറിയാമല്ല പ്രാർത്ഥിക്കുന്നത്, യേശുവാ പ്രാർത്ഥിക്കുന്നത്. നീ അഴിയപ്പിച്ചാതെ നിന്റെ കോട്ടകളിൽ നിന്ന് ഇടിയാതിരിക്കുക. പ്രൈസ് ഗോഡ്. അവൻ ഒറ്റയ്ക്ക് ഉള്ളു കർത്താവേ എന്ന് ചിന്തിക്കുന്ന കൈ കൊടുത്തേട്ടെ. പ്രൈസ് ഗോഡ്. തങ്ങളുടെ പാട്ടൊക്കെ ഞാൻ കേട്ടു, വളരെ മനോഹരമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ, തങ്ങൾ സ്ട്രഗിൾ ചെയ്യണം, നല്ലപോലെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. ഇല്ല താങ്കളുടെ സ്വരം മറ്റുള്ളവരിലേക്ക് എത്തുകയില്ല. പ്രൈസ് ഗോഡ്. ഒരാത്മസാന്നിധ്യത്തിന് വേണ്ടി ശക്തമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. തങ്ങളുടെ ശുശ്രൂഷ പാട്ടാണെങ്കിൽ അതിലൂടെ ദൈവജനം വിടുവിക്കപ്പെടണം. ആമേൻ. ഇപ്പം ഓളവേ ഉള്ളൂ, പോരാ. ആത്മാവിൻ്റെ തീരകട്ടെ. പരിശുദ്ധാത്മാവി നന്ദി പറയാ. ആമേൻ. ആരാ കൂടെ ഉള്ള? പറ, ആരാ കൂടെ ഉള്ളേ? ഇതിനകത്ത് 250 പേരുണ്ടോന്നിരിക്കട്ടെ. വന്നത് ഒറ്റയ്ക്കാണെങ്കിൽ കൂടെ ആരോ കൊണ്ടാ പോകാൻ പോകുന്നത്? 250 യേശുവിനകത്ത് പോകാൻ പോവാ. ഹല്ലേലൂയ. എൻ്റെ വീട്ടിനകത്ത് എൻ്റെ ഭർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് സമ്മതിക്കുന്നില്ല, പക്ഷേ യേശുവിനെയും കൊണ്ട് വീട്ടിൽ ചെല്ല. നിന്റെ വീട്ടിനകത്ത് വിടുതൽ നടക്കാൻ പോകുക. പ്രൈസ് ഗോഡ്. എൻ്റെ വീട്ടിനകത്ത് നാൽക്കാലികൾ വാഴുന്നില്ല, എൻ്റെ വീട്ടിനകത്തേക്ക് യേശു വന്നു. ഇനി ആ സ്ഥിതിക്ക് മാറ്റം വരാൻ പോകുക. എൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ പലപ്പോഴും തളർച്ചയായി ഇല്ലെന്നേ മാറാൻ പോകുക. യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെ വ്യാപരിക്കുന്നത്. ആമേൻ. സ്വോത്രം ചെയ്യാമോ? സന്തോഷമുണ്ടോ? അത് പറ. എന്നെ കാണുന്നൊരു യേശുവിനെ കാണും. കർത്താവ് വചനത്തിൽ പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ബിൻസേ, നീ ചെറിയ ആളല്ല, നിന്റെ കൂടെ യേശുവാ ഉള്ള. പ്രൈസ് ഗോഡ്. നിന്റെ കൂടെ ഉള്ളത് ചെറിയ ഉള്ളിയല്ല, അഖിലാണ്ടത്തിന്റെ കൂടെയവൻ നിന്റെ മേൽ വ്യാപരിക്കുക. ആമേൻ. അത് വിശ്വസിക്കുന്ന നന്ദി പറ. ഹല്ലേലൂയ. യേശുവേ. പിന്മാറ്റക്കാരായിരിക്കുന്ന വിശ്വാസ കുടുംബങ്ങളെ നോക്കി പറ, അവരുടെ കൂടെ യേശു ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് അടുത്ത ഞായറാഴ്ച അവരൊക്കെ പള്ളി വരാൻ പോവാ. ഉറപ്പുള്ളവരുണ്ടോ? കൂട്ടിക്കൊണ്ട് വരുമെന്ന് എൻ്റെ യേശു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ആരുണ്ട്? ഒന്നാമത്തെ ചിന്ത, നിന്റെ യാത്രയിൽ യേശുവിൻ്റെ സാന്നിധ്യം. പക്ഷേ ഈ കാലഘട്ടമേ വലിയ പ്രയാസകരമാണ്. മക്കളെയൊക്കെ പുറത്തു വിടാൻ പറ്റത്തില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പേടിക്കണ്ട. കൂടാരാ ഉള്ളേ? നമ്മൾ പാടിയ പാട്ട്, നന്മ പ്രാപിക്കും തിന്മ തൊടുകേല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. എന്താ കാര്യം? എൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയുണ്ട്. അവൻ മക്കളെ എങ്ങനെ പറഞ്ഞു വിടുന്നോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഈ ഹോളിനകത്തുണ്ട്. എൻ്റെ മക്കൾ ഇറങ്ങാൻ പോവുക, അവരുടെ കൂടെ യേശു ഉണ്ട്. യേശു. അതുപോലെ ദൈവദാസന്മാരെ പുൽപ്പിറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ജെയ്സൺ നിൽക്കുന്നതല്ല, രാജു നിൽക്കുന്നതല്ല, യേശു നിൽക്കുന്നു. ആമേൻ. നമ്മളെ കാണുന്ന ഒരു അന്ധകാര ശക്തികൾ ഇന്നു പകൽ അടിയറ പറയാൻ പോവുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിശ്വസിക്ക. പറ, എൻ്റെ കൂടെ യേശുവുണ്ട്. ആമേൻ. ദൈവദാസൻ കൈ ഉയർത്തിയാട്ടെ. താങ്ക് യു ലോർഡ്.
ഒരുപാട് സ്റ്റേജുകളിൽ നിന്നതാ, ഒത്തിരി അഭിഷേകത്തോടെ ഓടിയ കാലഘട്ടമുണ്ട്. പക്ഷെ ഒതുങ്ങിക്കൂടുന്ന പ്രവണത മാറിയിട്ട് കർത്താവിന്റെ വിശ്വസ്തയോടെ മുമ്പോട്ട് ഇറങ്ങിക്കോ. ദൈവത്തിൻ്റെ ആത്മ ശക്തമായി മാനിക്കും. ആമേൻ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്നു പകൽ പരിശുദ്ധാത്മാവിന് ഒത്തിരി അവസരങ്ങൾ സ്വർഗം തന്നു, ഒത്തിരി സാധ്യതകൾ ദൈവം തന്നു. ആമേൻ, ഇതൊക്കെ മതി, പോരാ പോരാ, ഇരുത്തുകയില്ല. ആമേൻ, കരിയതോട്ടിലും അപ്പം വരും പുറത്തു കൊണ്ടുവന്നിട്ട് അവൻ ഇനിയും ചിലത് ചെയ്യിപ്പിക്കാനുണ്ട് കർത്താവ്. പ്രൈസ് ഗോഡ്. ആത്മാവിൽ ഏൽപ്പിച്ചുകൊടുത്ത മതി എന്നുള്ള ചിന്ത അഭിഷക്തനെ ഒഴിവാക്കണം, പോരെന്നുള്ള ചിന്തയുണ്ടാകണം. യെസ്, ആത്മസാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ദൈവാത്മ സഹായിക്കട്ടെ. കൂടെ ആരാ ഉള്ളേ? പറഞ്ഞാട്ടെ, ആരാ ഉള്ളേ? പ്രൈസ് ഗോഡ്. ദേവദാസന്മാരെ, ഞാൻ ഓർത്തതിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴേ ഞാൻ ഇന്ന് രാവിലെ പാസ്വേഡ് പറഞ്ഞു. ഭാഷ അറിയത്തില്ല, ചെന്ന സ്ഥലം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ഇതുപോലെ ചർച്ച ഓഫ് ഗാന്ധിതാ ഇതുപോലെ അവിടെ ചെല്ലുക. അപ്പോൾ അവർ ചർച്ചയിലിങ്ങനെ ആനയിച്ച് കേട്ടൊരു ശീലമുണ്ട്. ഞാൻ ഇങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒരു സഹോദരിയുടെ ഇളകിയോട്ടങ്ങ് വീണു. എന്താണെന്നറിയത്തില്ല. ഞാൻ 40 കഴിഞ്ഞിട്ടാണ് പോകുന്നത്. 40 ദിവസം ഉപവാസം ഇരുന്നാ ചെല്ലുന്നേ. ഈ സഹോദരി എഴുന്നേറ്റ് ഓടിയ കഴിയുന്ന സ്റ്റേജൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. ഞാൻ ഓർത്ത് കർത്താവേ പ്രശ്നമായോ? കുറച്ച് കഴിയും പറഞ്ഞു, ഈ വയറിൻ്റെ സൈഡിലെ മുഴയുണ്ടല്ലോ, ഞാൻ ആ പുൽപ്പിറ്റിൻ്റെ സ്റ്റേജിൻ്റെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കാലുകുത്തിയപ്പം ഇവരെ ഇളകി വീണപ്പോൾ ഈ സൈഡിലെ മുഴ അപ്രത്യക്ഷമായി. ശ്രുതിക്കുന്ന എത്ര പേരുണ്ട്? നിൻ്റെ മക്കളിലൂടെ ദൈവം ഇത് ചെയ്തെടുക്കാൻ പോവുക. എന്താ കാര്യം എന്നറിയാമോ? ഉപവാസം ഇരിക്കുന്ന എത്ര പേരാണ്? ഉപവാസം ഇരിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തിയേട്ടാ, പ്രാർത്ഥിച്ചോ. പ്രൈസ് ഗോഡ്. ആമേൻ, 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 ആമേൻ. അഭിമാനിക്കാൻ വകയുണ്ട്. തലമുറയിലൂടെ എൻ്റെ സ്വർഗം ഇതിൻ്റെ മറുപടി തരാൻ പോവുക. അവൻ നിൻ്റെ മക്കൾ ശക്തന്മാരെ പോലെ ശുശ്രൂഷിക്കുന്നത് നീ ആത്മാവിൽ കാണാൻ പോവുക. കാരണം ഇന്ന് തൊട്ട് മക്കളുടെ കൂടെ, ഇന്ന് തൊട്ട് തലമുറയുടെ കൂടെ, നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ, നിൻ്റെ ഭാര്യയുടെ കൂടെ, നിൻ്റെ വാഹനത്തിൽ, നിൻ്റെ ജോലിയിൽ, നീ ചെല്ലുന്ന ഇടങ്ങളിൽ, സകല ഇടങ്ങളിലും എൻ്റെ യേശുക്രിസ്തുവിന്റെ ശക്തി വ്യാപരിക്കുക. അതുകൊണ്ട് ഇനി ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഉള്ളത് അവൻ ലോക സൃഷ്ടിതമായ യേശുവാ. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. യാത്രയിൽ യേശുവിൻ്റെ സാന്നിധ്യം. അടുത്ത വാക്യം വായിക്കണ്ട. യേശു ചോദിച്ചു, നിങ്ങൾ ഈ വഴി നടക്കുകയും തമ്മിൽ സംസാരിക്കുകയും ചെയ്ത കാര്യം എന്താ? ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്തറിയാമോ? ആമേൻ. നിങ്ങൾ പറയുന്നൊക്കെ ആര് കേൾക്കുന്നുണ്ട്? ആര് കേൾക്കുന്നുണ്ട്? അമ്മമാർ ഇന്ന് രാവിലെ പറഞ്ഞതെല്ലാം ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ ആരുടെ ലിസ്റ്റിലുണ്ട്? ആരുടെ ലിസ്റ്റിലുണ്ട്? ആമേൻ. നമ്മൾ വായിച്ച വാക്യം എന്താ? ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്തിനെക്കുറിച്ചാ? ഉയർപ്പിനെ കുറിച്ച്. അപ്പം കണ്ടവരാരെക്കുറിച്ചേ പറയുള്ളൂ? ആരും എന്നോട് ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കണ്ടവരാരെക്കുറിച്ചേ പറയുള്ളൂ? അവർ യേശുവിനെ കുറിച്ചേ പറയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് ഒരു അപവാദവും വീഴരുത്. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ വചനത്തിൽ വാക്യമുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ, ആ വാക്യം പറ, മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളില്ല. ആമേൻ. ഈ മോനിപ്പോൾ ചെറുതാ അല്ലേ? ഇവനെക്കുറിച്ച് എനിക്ക് എന്തും പറയാം. പക്ഷേ ഇവൻ്റെ വലിയ വ്യാപരിക ശക്തിയുടെ പേരെന്താണ്? യേശു, യേശു, യേശു. ആമേൻ. മറുപടി ആരാ എനിക്ക് തരാൻ പോകുന്നേ? യേശു. അതുകൊണ്ട് പ്ലീസ് പ്ലീസ് യേശുവിനെതിരെ കുറ്റം പറഞ്ഞത് പറയരുതല്ലോ. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഒരു വാക്കുകൊണ്ട് പോലും ദൈവമക്കൾക്കെതിരെ സംസാരിച്ചേക്കരുത്. വിശ്വസിക്കുന്ന സ്വോത്രം ചെയ്തട്ടെ. ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ കൃപ ഇന്ന് പകൽ ആത്മാവിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആ കറുത്ത ഷാളിട്ട ദൈവദാസി ഒന്ന് കൈവർത്താമോ? കറുത്ത അമേൻ. അതായത് കൈവർത്തി. ആ ആൻറ്റി തന്നെ. പ്രൈസ് ഗോഡ്. യെസ്. ഹല്ലേലൂയ. ശരീരം വരിഞ്ഞു മുറുക്കിയിട്ടേക്ക് ദൈവദാസി. ശക്തമായി പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. ഈ വെള്ളയും കറുപ്പും ചുരിദാറ്. പ്രൈസ് ഗോഡ്. ഒന്ന് യെസ് 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 യെസ്. ആമേൻ. ദൈവദാസി ശരീരം വരിഞ്ഞു മുറുക്കിയിട്ടേക്കുക. ആമേൻ, ആമേൻ. അനേകം നാളുകളായി ശരീരത്തിനകത്തൊരു വിടുതലില്ലാതെ ശക്തമായി ഭാരപ്പെടുക. ഉയർത്തട്ടെ, കൈ ഉയർത്തിപ്പിടി, കൈ ഉയർത്തിപ്പിടി. യെസ്, പ്രൈസ് ഗോഡ്. സത്യമല്ലേ? ആണ് അല്ലേ? അല്ലേ? അതെ. ആത്മാവിൽ പ്രാർത്ഥിച്ചോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരിയുടെ കുടുംബത്തിന് മേൽ വ്യാപരിക്കുന്ന സകല ദുർവ്യാപാര മണ്ഡലങ്ങളിലേക്കും അവൻ ആത്മാവിൻ്റെ തീയിറങ്ങ. പ്രൈസ് ഗോഡ്. സകല ദേവി വ്യാപാരങ്ങളും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ആ ഉദരത്തിൽ കൈവച്ചട്ടെ. ഹല്ലേലൂയ. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. അടിക്കുന്നതിന് ശക്തി. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അവൻ അഴിയുമെന്നതേ ശുശ്രൂഷയിൽ വലിയ മാറ്റം ഉണ്ട്. ആവശ്യത്തന്മാരെ കൂടെ ആരാ ഉള്ളേ? പച്ചമാരെ എന്ന് പറഞ്ഞിട്ട് ആരാ കൂടെ ഉള്ളേ? ആണ്, ഉറപ്പല്ലേ? നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കൂടെ യേശു കൊണ്ട് ഉറപ്പിക്കുക. ആമേ. ബൈബിൾ എടുക്കും അച്ഛ. ഇനി ആരാ സംസാരിക്കുന്ന അറിയാമോ? ആമേൻ. അച്ഛൻ്റെ പേര് പറഞ്ഞാട്ടെ.
Praise God. ദൈവദാസന് പേര് ബേബി എന്നാണെന്ന് ഇരിക്കട്ടെ. ഇനി ബേബിയല്ല, യേശുവാ സംസാരിക്കാൻ പോകുന്നത്. ഉറപ്പുള്ളവരെ മാത്രം കർത്താവിനോട് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അത്ഭുതങ്ങളുടെ പകല, വിടുതലുകളുടെ പകല, ആമേൻ ആമേൻ ആമേൻ, അഭിഷേകത്തിൻ്റെ പകല. കാരണം യേശു ഉള്ള ഒരു 150 പേര്, യേശു ഉള്ള 1000 കുടുംബങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. ഉയർച്ച തന്നെ ഞാൻ ആത്മാവിൽ പ്രാപിക്കും. അപ്പം നമ്മൾ പറയുന്നല്ല ആരാ കേൾക്കുന്നത്? എൻ്റെ യേശു. വാക്യം ശ്രദ്ധിച്ച് വായിക്കണ്ട. നീ ഭൂമി കിട്ടുന്നത് ആമേൻ. എൻ്റെ സഭയിൽ പറഞ്ഞൊരു രഹസ്യമുണ്ട്, നിങ്ങൾ പറയാം, വേറെ ആരും പറയല്ലേ? ഇല്ലെന്ന് എൻ്റെ സഭയിലെ ദൈവമക്കളാരും പറയുകയില്ല. കാരണം ഭൂമിയിൽ കിട്ടുന്നത് നടക്കിയ എൻ്റെ പാസ്റ്റർ രോഗം കൊണ്ട് അങ്ങ് കൂട്ടി കെട്ടുക. ഓ, മക്കൾക്കാണ് ഒരു വിടുതലും ഇല്ല. പ്ലീസ് ഗോഡ്. ഓ, ഞാൻ അങ്ങോട്ട് പോയിട്ട് കിട്ടുന്നില്ല. പ്ലീസ് ആമേൻ. നടത്താൻ ദൈവമുണ്ടെന്ന് പറഞ്ഞാട്ടെ. നമ്മുടെ നാവിൻ്റെ ചിന്തകളാൽ നീ അനുഗ്രഹിക്കപ്പെടും. നാവിൻ്റെ വാക്കുകളാൽ നീ ആമേൻ എന്ത് സംഭവിക്കും? നിനക്കത് ശാപമായി മാറും. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇല്ല, ഞാൻ ബിൻസ, എൻ്റെ കൂടെ യേശു ഉണ്ട്. ഞാൻ നന്മ പ്രാപിക്കും, ഞാൻ ഉയർച്ച പ്രാപിക്കും. എൻ്റെ ദേശത്ത്, എൻ്റെ കുടുംബത്ത്, എൻ്റെ തലമുറയിൽ പ്രൈസ് ഗോഡ് ഇതുവരെ കാണാത്ത പല നന്മകളും ഞാൻ ആത്മാവിൽ കാണുമെന്ന് അവൻ ആത്മാവിൽ പറഞ്ഞാട്ടെ. ദൈവപ്രവർത്തികൾക്ക് ദൈവത്തെ സ്തുതിക്കുക. ആമേൻ ആമേൻ ആമേൻ. ദൈവദാസന്മാരെ, നിങ്ങളെല്ലാം ശക്തമായി പ്രാർത്ഥിക്കണം. പ്ലീസ് ഗോഡ്. ശുശ്രൂഷ മണ്ഡലങ്ങളിലൊക്കെ നിങ്ങളെ പറപ്പിക്കും കർത്താവ്. ആ വാക്കിനെ അങ്ങനെ തന്നെ ഏറ്റെടുക്കണം. പറപ്പിക്കും. പ്ലീസ് ഗോഡ്. ആമേൻ 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 ആമേൻ. നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന മേഖല അതാരും കണ്ടിട്ടില്ലാത്ത ശക്തമായി പ്രാർത്ഥിക്കണം. ആമേൻ. ആർക്കും കൊടുക്കാത്ത പുൽപ്പിറ്റുകൾ സ്വർഗ്ഗം എനിക്ക് തരാൻ പോവുക. അഭിഷേകത്തോട് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആർക്കും ലഭിക്കാത്ത നന്മകൾ എനിക്ക് പ്രാപിക്കാൻ പോവുക. അവൻ ആർക്കും കിട്ടാത്ത ദർശനം ഞാൻ പ്രാപിക്കാൻ പോവുക. ഒന്നാത്മാവിൽ പറ. കാരണം എൻ്റെ കൂടെ യേശു ഉണ്ട്. ആമേൻ. വിശ്വസിക്കുന്ന എത്ര പേര് കൊള്ളാത്തുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുക. ദൈവം സഹായിക്കട്ടെ. അടുത്ത വാക്യം വേഗം. ആമേൻ. ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം, അതിന്റെ 14ാമത്തെ വാക്യം. വായിച്ചു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ ബാധിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം. ഇവിടെ നടന്ന ഒരത്ഭുതവും നീ മാത്രമേ അറിയാതുള്ളല്ലോ സുഹൃത്തെ. എന്തോ ഒരു പൊട്ടനാടാ നീ. ആമേൻ. ഫേസ്ബുക്കും സ്വന്തമായിട്ടില്ല, ഇൻസ്റ്റഗ്രാമും ഇല്ല, ആമേൻ, വാട്സപ്പ് ഒന്നും. ഒരു കൊച്ചെന്നെ വിളിച്ചു. ഞാൻ സമയം കണ്ടപ്പോൾ തിരിച്ചു വിളിച്ചു. എന്ന് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ചർച്ചിൽ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ വിളിക്കാതെ മെസ്സേജ് അയച്ചു. ആമേൻ. പാസ്റ്റർ ഇപ്പോൾ പ്ലീസ്. യേശുവിനെ ഇവരെങ്ങനെയാണ് കണ്ടേ? ഒരു സാധാരണക്കാരനെ പോലെ. പക്ഷേ കർത്താവിനെ വിളിക്കുന്നൊരു പേരുണ്ട്. 27ാം വാക്യത്തിലുണ്ട്. ആമേൻ. ഞാനത് പറയുന്നത് നിങ്ങൾ വായിച്ചാൽ മതി. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇന്ന് ആത്മാവ് ശ്രദ്ധിച്ചോണേ. അവൻ യേശു നിന്നെ കാണുന്ന കണ്ണ് വേറെയാ. വാടിയ മുഖമാ, സത്യമാ. പക്ഷേ എൻ്റെ യേശു നിന്നെ കാണുന്ന കണ്ണ് വേറെയാ. അതുകൊണ്ടാണ് നിൻ്റെ അപകടം മനസ്സിലാക്കി യമവസ്ഥയിലേക്ക് അതിൻ്റെ മുമ്പിൽ പോകുമ്പോൾ അതിൻ്റെ മുമ്പിൽ യേശു വന്ന് സന്തോഷം ഉണ്ടായി ഉള്ളകത്ത്. അവൻ്റെ യാത്ര മധ്യ പ്രതിസന്ധികൾ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ യേശു ഉണ്ടെന്ന് മറക്കണ്ട. എവിടെയാണേലും എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്. സന്തോഷമുള്ള ദൈവത്തെ സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീ മാത്രം അറിഞ്ഞുകൂടാത്തവൻ എന്ന് പറഞ്ഞപ്പോൾ യേശു ചോദിച്ചു, യേശു കാണുന്നില്ലവരെ, യേശുവിനെ കാണുന്നില്ലവരാ ചോദിച്ചു. എന്താ കാര്യം ചോദിച്ചു. പറഞ്ഞു അതിൻ്റെ 19ാമത്തെ വാക്യം ദൈവദാസൻ വായിച്ച്. ഏതെന്ന് അവൻ അവരോട് ചോദിച്ചത് ശ്രദ്ധിച്ചോണേ. ഇവർക്ക് വലിയ ഉറപ്പൊന്നുമില്ല, അക്കരെ എത്തുമെന്ന് ഉറപ്പില്ല. യേശുവിനെ കൊന്നു, ആകെപ്പാടെ പ്രശ്നത്തില, മാനസികമായിട്ടൊക്കെ തളർന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇവർക്കൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് തന്നെ വായിച്ചു. അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും അടുത്തത് ശക്തിയുള്ള പ്രവാചകനായ നസ്രയനായ യേശുവിനെ. എന്റെ യേശുവിന്റെ പേരെന്താ? അവൻ അഭിഷക്തന്മാരെ കുറിച്ചിട്ടോ. അവൻ സാക്ഷ്യമുള്ളവൻ, എന്റെ യേശു. ആമേൻ. അടുത്തത് വാക്കിൽ അധികാരമുള്ളവൻ, എന്റെ യേശു. ആമേൻ. പ്രവൃത്തിയിൽ ശക്തിയുള്ളവൻ, എന്റെ യേശു. ഓ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവദാസന്മാരെ വിശ്വാസം പറ. 1000 കുടുംബങ്ങളെ വെച്ചുകൊണ്ട് അടുത്ത 40 ഞാൻ ആരംഭിക്കും. പ്രൈസ് ഗോഡ്. പറ ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രൈസ് ഗോഡ്. നമ്മുടെ നാവിലൂടെ അത് സംഭവിക്കാൻ പോവാ. ഉറപ്പുണ്ടല്ലോ അല്ലേ? ഉറപ്പുണ്ടല്ലോ. ഏത് എന്ന് ചോദിച്ചതിന് വാക്കിലും ആമേൻ പ്രവൃത്തിയിലും അടുത്തത് ശക്തിയുള്ള
പ്രവാചകനായ നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് അപ്പൊ തന്നെ. എന്റെ കൂടെ ആരാ ഉള്ളേ ഒന്ന് പറഞ്ഞേ. ആണോ? യേശുവിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു. യേശുവിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞാട്ടെ. വാക്കിലും പ്രവാചകനായിരുന്ന നസ്രയനായ ആദ്യം ജനത്തിന് മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ നമ്മുടെ നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. ഈ ദാസം വരെ നമ്മൾ പ്രവാചകന്മാരാണോ? സംശയം. എന്നെ കണ്ട ഭൂതളവോ? സംശയം. Praise God. വചനം പറയുന്നു, നീ പ്രവാചകന, നീ പ്രവചിക്കാൻ നിനക്ക് കഴിയും. ആ ഒരു അധികാരം സ്വർഗ്ഗം നിനക്ക് തന്നിരിക്കുക. Praise God. ഇനി അടുത്തത്, ഞാൻ പറഞ്ഞതുപോലെ നടക്കുമോ? നടക്കും. എന്താ കാര്യം? എൻ്റെ കൂടെയുള്ളത് വാക്കിൽ ശക്തി ഉള്ളവനാ. സ്വോത്രം ചെയ്തട്ടെ. ഹല്ലേലൂയ. അങ്ങനെ കുടുംബത്തെ നോക്കി പറ, എൻ്റെ തലമുറ ഉയരും. പറ. എൻ്റെ കുടുംബം ശക്തി പ്രാപിക്കും. എൻ്റെ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ഗോഡ്. ആമേൻ. ഇല്ലാത്ത ശമ്പളം ഉണ്ടായി വരുമെന്നേ വിശ്വസിക്കുക. ഹല്ലേലൂയ. കാരണം എൻ്റെ യേശുവിൻ്റെ വാക്കിന് ശക്തിയുണ്ട്. എൻ്റെ നാവിലൊരു പുതിയ അഭിഷേകം തന്നിരിക്കുക. ശക്തിയുള്ള യേശു. ആമേൻ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ചർച്ചക്കൂടിൻ്റെ ഒരു ചർച്ച, സ്ഥലം പറയുന്നില്ല, മീഡിയസൊക്കെ ഉണ്ടല്ലോ, ഒരു അന്ധകാര ശക്തികളായിട്ട് പറഞ്ഞു, ഞാൻ ആരാന്നറിഞ്ഞാൽ നീ ഞെട്ടും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, പക്ഷെ പോകും. എപ്പോഴാണ് തന്നെ? കർക്കടകം 30 പോകത്തുള്ളൂ. ഞങ്ങൾ നോക്കും 6 മാസം പിന്നെ ഉണ്ടാകും. അപ്പോൾ എൻ്റെ കൂടെ ബിജു പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റേ പ്രസവിയാക്കാൻ പോട്ടെ, അത് കർക്കടകം 30 എപ്പോഴും പോട്ടെ. അപ്പോൾ എന്നെ സംഭവം അറിയാമോ? ഇതിൻ്റെ പേര് അപ്പം ചെറിയ ഉള്ളിയല്ല. അതുകൊണ്ടാണ് നീ ഞെട്ടുമെന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങൾ എന്നറിയാമോ? ഞാൻ ആത്മാവിൽ കലണ്ടർ എടുത്തു. ഞങ്ങളുടെ കർക്കടകം 30 ഇന്നാ. അപ്പം നിനക്ക് വായിക്കാൻ അറിയാമോ? ഇല്ല. ഞങ്ങളുടെ കർക്കടകം 30 ഇന്നാ. ഒരു 5 മിനിറ്റ് സമയം നിനക്ക് തരാം. ആമേൻ. അതൊന്നും പറ്റിയല്ല. പറ്റാനേ പറ്റാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മളാരാ? യേശു. നമ്മളാരാ? വാക്കിൽ ശക്തിയുള്ളവരെ. പറ. വാക്കിൽ. പിന്നെ നമ്മളാരാ? പ്രവാചകന്മാരാ, അല്ലേ? പ്രൈസ് ഗോഡ്. നമ്മൾ പറഞ്ഞ പിശാച് അടങ്ങും. ഹല്ലേലൂയ. കൃത്യം 12:35 ഞാൻ ബിജു പാസ്റ്റർ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നത്. ആമേൻ. ബിജു പാസ്റ്റർ മംഗലാപുരത്തുണ്ട്. ഹല്ലേലൂയ. കൃത്യം 12:35 ഈ അന്ധകാര ശക്തി കാലേ വീണിട്ട് ഒന്ന് പിടച്ചു പറഞ്ഞു, ശരി പോകാം. പോയി വിട്ടു. ആമേൻ. ഞാൻ ചോദിച്ചു, സിസ്റ്റർക്ക് എന്താ മാറ്റം ഉണ്ടായേ? അന്ന് പറഞ്ഞ പാസ്റ്റർ, നട്ടെല്ലിൻ്റെ കണ്ണി അകലുകായിരുന്നു, ഇപ്പോഴത് ശരിയായെന്ന് തോന്നുന്നു. ശ്രദ്ധിക്കാൻ പറ്റുമോ? സന്തോഷം. എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് അന്ന് ഒന്നുകൂടി പറയട്ടെ, ഈ നടുവേദന രോഗമല്ല. ആമേൻ. ഇതൊന്ന് പ്രാർത്ഥിച്ചാൽ മാറുമെന്നേ. ഹല്ലേലൂയ. ഈ രോഗത്തെ നോക്കി പറ, യേശുവിൻ്റെ നാമത്തിൽ ഈ അസുഖം മാറാൻ പോവുക. ഹല്ലേലൂയ. ഇൻ ജീസസ് നെയിം. പ്രൈസ് ഗോഡ്. അന്ധകാര ശക്തികൾ തകരാൻ പോവുക. എൻ്റെ ഈ രോഗത്തെ എൻ്റെ യേശു എന്ന് പറയുക, ഹല്ലേലൂയ, എടുത്തു മാറ്റിയിട്ട് ഒരു പുതിയ മനുഷ്യനാക്കി എന്നെ ആരാധന കഴിഞ്ഞ് എന്നെ സ്വർഗ്ഗം അയക്കാൻ പോവുക. ഹല്ലേലൂയ. ആമേൻ. ഉറപ്പും ധൈര്യവും പ്രാപിച്ചവര് ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചോണം. ഹല്ലേലൂയ. ആമേൻ. ഇനി അടുത്തതാ, നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധി കേൾപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ സമയത്തിന്റെ നീക്കത്തില് ഞാൻ വേഗം 27-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 27-ാമത്തെ വാക്യം. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്റെ ചോദ്യം, നിരാശപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ശരിക്കും എന്താ വേണ്ടേ? പറ. എന്തോ? ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്റർ ആയതുകൊണ്ടേ ആരെ ഞാൻ ഉറങ്ങാൻ വിടുകയില്ല. എനിക്ക് കണ്ണടയുമ്പോൾ കാണുമ്പോൾ ഞാൻ ഈ കണ്ണ് തുറന്നിരുന്നു പിന്നെ ഉറങ്ങുന്ന ആളാണ്. എന്നെ പഠിപ്പിച്ച കെ. തോമസ് സാറി ചോദിച്ചു, മോനെ നമ്മളിപ്പോൾ ഏത് പ്രവാസത്തിലാണ് ഉള്ളത്? ഞാൻ പറഞ്ഞു, സാറേ സിയോൻ പ്രവാസം. വെരി ഗുഡ്, നീ പറഞ്ഞ വളരെ കറക്റ്റാണ്. അപ്പോൾ ഞാനോടത്ത് ഞാൻ ഉറങ്ങുവാണെങ്കിൽ എത്ര മിടുക്കനാണ് ഞാൻ. പക്ഷേ സാറ് കുറച്ച് ചോദിച്ചു, മോനെ സിയോൻ പ്രവാസം ഒരു പ്രവാസം ഉണ്ടോടാ? അപ്പോഴാണ് എനിക്ക് തോന്നി, ഞാൻ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പഠിച്ചതായതുകൊണ്ടാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഒരു ഒറ്റയാളിനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ആരുടെ കൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നേ? ആരുടെ കൂടെ? യേശുവിൻ്റെ കൂടെ. അപ്പച്ചന്മാരെ, നമ്മുടെ കൂടെ ഈ മരണ രോഗത്തിനാണോ?
ഈ രോഗമുണ്ടായത് മരിക്കാനല്ലെന്നേ. ആമേൻ. എനിക്ക് സൗഖ്യമാക്കുന്നൊരു യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആമേൻ ആത്മാവിൽ വെളിപ്പെടണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. ചില ആമേൻ. പിന്നെ നോർത്ത് ഇന്ത്യയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 37 വയസ്സുള്ളൊരു സ്ത്രീ എയ്ഡ്സ് ബാധിച്ച് മരിക്കാനിരിക്കുക. ഉപവാസ പ്രാർത്ഥന നടക്കുമ്പം ചർച്ചിൻ്റെ പുറത്ത് ഇവരെ കൊണ്ട് താമസിപ്പിച്ചു. അപ്പോൾ അഭിഷക്തന്മാർ പറഞ്ഞു, ആമേൻ ആമേൻ, അവർക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട പാസ്റ്റേ. അത് പോയതാ. പക്ഷേ എന്താ കാരണം ആ മുറിയോട്ട് അടുക്കത്തില്ല, ഭയങ്കര സ്മെല്ല. പക്ഷേ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേൻ. സ്വർഗം ഈ പ്രാർത്ഥിച്ച ഈ സ്ത്രീ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആമേൻ, ഞാൻ എന്നോട് പേരൊക്കെ പറഞ്ഞു. ആമേൻ. ദൈവദാസന്മാരെല്ലാം മാറിയുന്നു. ശക്തമായി പ്രാർത്ഥിച്ചു. അന്ന് ആ കുഞ്ഞിൻ്റെ രോഗം ദൈവം സൗഖ്യമാക്കി. പ്രൈസ് ഗോഡ്. അങ്ങനെ ഈ രോഗം എന്തിനുള്ളതാ? എന്തിനോ? ഈ രോഗം മരണത്തിനല്ല, നമ്മുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ സ്വർഗമയച്ചൊരു മുഖാന്തരമാണ്. സന്തോഷമുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് യേശു എന്താ കൊടുത്തെന്നറിയാമോ? ആമേൻ. വചനത്തിൻ്റെ വെളിപ്പാടങ്ങിട്ട് കൊടുത്തു. ഇന്ന് സ്റ്റേജിൽ വേണ്ടാത്ത ഏറ്റവും വലിയ ശുശ്രൂഷയാണ് എന്തോ? പ്രസംഗം. പ്രസംഗം വേണ്ട, പ്രവചനവും ദൂതും ഒക്കെ മതി. വചന ശുശ്രൂഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയല്ല. യേശു എവിടെ ചെയ്താലും ചാടിക്കയറി പ്രവചിക്കുന്നില്ലായിരുന്നു, പ്രസംഗിച്ചിട്ടാണ് തുടങ്ങിയേ. ആമേൻ. അങ്ങനെയാണെങ്കിൽ വചനം ശുശ്രൂഷിക്കുന്നവരെ മാറോട് ചേർത്ത് പിടിച്ചോണം. പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പോൾ ശക്തമായി വചനം പ്രസംഗിച്ചു. എന്താ യേശു പ്രസംഗിച്ചേ? ആമേൻ. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ഒന്ന് വായിച്ചേ. എല്ലാ പുസ്തകങ്ങളിലും അല്ലേ തന്നെ കുറിച്ചുള്ളത് ആമേൻ എന്ത് ചെയ്യുന്ന അത് വ്യാഖ്യാനിച്ചു കൊടുത്തത്. പ്രൈസ് ഗോഡ്. അങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചു. ആമേൻ. നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് അഭിഷക്തന്മാരെ പ്രസംഗിക്കാൻ തുടങ്ങിയ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത്. തന്നെ കുറിച്ചുള്ളത്. അപ്പൊ യേശു പോലും ആരെ കുറിച്ചാ പ്രസംഗിച്ചേ? പറ. യേശു പോലും യേശുവിനെ കുറിച്ചാ പ്രസംഗിച്ചേ. ആമേൻ. യേശുവിനെ പ്രസംഗിച്ചാലേ വിടുതൽ നടക്കുവാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം എൻ്റെ കൂടെ ഉള്ളത് ആരാ? യേശു. എന്നെ വീണ്ടെടുത്തത് ആരാ? എനിക്ക് വേണ്ടി മരിച്ചത് ആരാ? എനിക്ക് വേണ്ടി അടക്കപ്പെട്ടത് ആരാ? ഉയർത്തെഴുന്നേറ്റാരാ? എന്നെ ജീവിപ്പിച്ചതാരാ? യേശു. അങ്ങനെയാണ് യേശുവിനെ ഉയർത്ത വാക്കി ദൈവം ചെയ്യും. സ്വതന്ത്രം ചെയ്തവരെ കൊള്ളാതുകൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അപ്പം യേശു പ്രസംഗിച്ച് കേട്ടപ്പം ഇവർക്ക് ഭയങ്കര ആശ്വാസം. ഇങ്ങനെ പ്രസംഗിച്ചോണ്ട് നടക്കുക കേട്ടോ. നടന്ന് അവരെവിടെ എത്തി? ആമേൻ. എന്തോ? അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അടുത്ത വാക്യം. അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ശരി, ഞാനങ്ങ് പോട്ടെ. ആമേൻ എന്ന് ചോദിച്ചു. പറഞ്ഞു, എന്തായാലും ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ വിശ്രമിക്കാം. നമ്മളിപ്പോൾ യേശു എവിടെ ഉള്ളത്? യാത്രയിലാണ് യേശു ഉള്ളത് കേട്ടോ. യാത്രയിൽ കൂടെ യേശു ഉണ്ട് പോയിക്കൊണ്ടിരിക്കുക. അടുത്ത യേശുവിനെ നമുക്ക് എവിടെ കാണാൻ പറ്റുക? അപ്പം വീട്ടിൽ കാണാൻ പോവുക. ശ്രദ്ധിച്ചോണേ. അന്ന് ഗ്രാമത്തോടടുത്തപ്പോ ആമേൻ അവർ പറഞ്ഞു, യജമാനെ ഞങ്ങൾ എന്നാ പിന്നെ പോകണ്ട, ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ കൂടണം. ആമേൻ. ആ വാക്യം ഒന്ന് വായിച്ച് അവൻ നിർബന്ധിച്ചെന്ന അല്ലേ? സന്തോഷമുള്ളവരുണ്ടേ ഉള്ളകത്ത് അല്ലേ? അങ്ങനെയല്ല ആൻറ്റിയ വാക്യം, സിസ്റ്റർ വാക്യം അല്ലേ? അവരോ ഞങ്ങളോട് പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവരെ നിർബന്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പല കുടുംബങ്ങൾക്കകത്തു യേശു ഇല്ല. കാരണം യേശുവിനെ വിളിക്കേണ്ടതുപോലെ വിളിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ തലമുറയിലേക്ക് യേശു ഇറങ്ങാൻ പോവാ. എൻ്റെ വീട്ടിനകത്തേക്ക് എൻ്റെ യേശു ഇറങ്ങാൻ പോവുക. എൻ്റെ ദാരിദ്ര്യമുള്ള കുടുംബത്തിനകത്തേക്ക് എൻ്റെ യേശു ഇറങ്ങാൻ പോവുക. എത്ര കൊണ്ടുവന്നാലും ഉതകിയാണെന്ന് പറയുന്ന ആ മുഖാന്തരങ്ങളിലേക്ക് ഇന്നു പകൽ എൻ്റെ യേശു ഇറങ്ങാൻ പോവുക. ഹല്ലേലൂയ. അപ്പൊ വീടിൻ്റെ അകത്തളങ്ങൾ ആത്മാവിൽ കണ്ടാട്ടെ. നമ്മുടെ വീട്ടിനകത്താണ് യേശു നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. അകത്തെ മുറിക്കകത്ത് അവൻ തിണ്ണയിൽ, അവൻ ബെഡ്റൂമിൽ, ഓ ഹല്ലേലൂയ, അവൻ സെൻട്രൽ ഹാളിൽ, ഓ ഹല്ലേലൂയ, അവൻ കിച്ചണിൽ എൻ്റെ യേശു ഇറങ്ങി നിൽക്കുക. പ്രൈസ് ഗോഡ്. നിന്റെ ദാരിദ്ര്യം ഇനി നിന്റെ വീട്ടിൽ ഉണ്ടാകിയല്ല, ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും. പ്രൈസ് ഗോഡ്. കാരണം ആരാ വീട്ടിലുള്ളേ? ആരാ ഉള്ളേ? യേശു. എന്തിനാ യേശു എന്ന് പറയിപ്പിക്കാൻ അറിയാമോ? ഒരു 50 പ്രാവശ്യം യേശു എന്ന് പറഞ്ഞാൽ പോലും വിടുതലാ. പറഞ്ഞേ, യേശുവിൻ്റെ ദൈവമാ, യേശുവിൻ്റെ ദൈവമാന്ന് പറഞ്ഞാട്ടെ. യേശുവിൻ്റെ കൂടെയുണ്ട്. അവൻ നിശ്ചയമായും കുടുംബത്തിനകത്തും മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരാൻ പോകുക. പ്രൈസ് ഗോഡ്. അപ്പൊ ഇപ്പൊ എവിടെ യേശു നിൽക്കുന്നത്? എൻ്റെ വീട്ടിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് പ്രതിസന്ധികളൊക്കെ വഴിമാറ്റിയിട്ട് എൻ്റെ അപ്പൻ ചില നന്മകളിലേക്ക് എൻ്റെ കുടുംബത്തെ കൊണ്ടുവരാൻ പോവുക. തടസ്സങ്ങൾ വഴിമാറണം. ഇവിടെ നിന്ന് ഈ വീട്ടിനകത്ത് നിന്നത് കൊണ്ടാണ് ഒന്നും പ്രാപിക്കാൻ പറ്റുന്നില്ല. പിശാചില്ലാത്ത ലോകം എവിടാ ഉള്ളേ?
പിശാചില്ലാത്ത ലോകം എവിടെ ഉള്ളേ? എവിടെയില്ല. അതുകൊണ്ട് നീ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം എന്നാണ് ഓർമ്മ, സോറി, ഇസഹാക്കിനോട് 23 അധ്യായത്തിൽ 1 വാക്യം, ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. സന്തോഷമുണ്ടല്ലോ. 26:11 വായിക്കണ്ട, എന്നാലും വായിച്ചു. വായിച്ചേ 26:11. പിന്നെ അബീമേലെക്ക് ഈ പുരുഷനെയോ അവന്റെ ഭാര്യയെയോ തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകും. സോറി അതല്ല, അവന് ഉൽപ്പത്തി പുസ്തകം അവിടെ തന്നെ അവനെ അനുഗ്രഹിച്ച ഒരു വാക്യമുണ്ട്. ആമേൻ, സ്തോത്രം. അതിൻ്റെ 23 ഒന്ന് വായിച്ചേ. അവിടെ നിന്ന് അവർ ബർശേബയ്ക്ക് പോയി. അന്നു രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. താഴോട്ടുണ്ട്. എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. സ്വതന്ത്രം ചെയ്യാമോ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്നായിരിക്കുന്ന മണ്ഡലങ്ങൾ നിർത്തിക്കൊണ്ട് എൻ്റെ സ്വർഗ്ഗം ഉപയോഗിക്കും. പ്രൈസ് ഗോഡ്. ആമേൻ. എക്സാമുകൾ എഴുതിയിട്ട് പാസ്സാകുന്നില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ അവനായിരിക്കുന്ന പ്രിയപ്പെട്ട മടിയില്ല കൈവർത്താം. പ്രൈസ് ഗോഡ്. എക്സാമുകൾ ഉയർത്തിക്കോ. ആമേൻ. ഇന്ന് വരാത്തത് കൊണ്ടാണ് 1, 2, 3 പേരുണ്ട് ഇങ്ങനെ. ആമേൻ. പ്രൈസ് ഗോഡ്. കൈവർത്ത മടി കൊണ്ടാണെന്ന് അറിയത്തില്ല. ശക്തമായി പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ. In Jesus' name, praise God. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് നന്ദി അറിയിപ്പിക്കട്ടെ. ദാസിയെ ഒന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കട്ടെ. എല്ലാം അറിയാം, പഠിച്ചിട്ടേ പോകുള്ളൂ. പക്ഷേ എക്സാം കളി കയറിയ പിന്നെ എല്ലാം ബ്ലാങ്ക. എത്ര ശ്രമിച്ചാലും വിജയിക്കാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ഒന്ന് പറഞ്ഞേ, എൻ്റെ കൂടെ യേശുണ്ട് പറ. എൻ്റെ കൂടെ യേശുണ്ട് പറ. ആമേൻ. എൻ്റെ കൂടെ യേശുണ്ട്. എൻ്റെ കൂടെ യേശുണ്ട്. യെസ്. അപ്പം തൊട്ടെ അവനുള്ള ബുദ്ധിയെ തടയുന്ന ദുർവ്യാപാര ശക്തികളോട് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഇന്ന് റിലീസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അധികാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ അവൻ ദൈവവചനത്തിൻ്റെ ശക്തി നിന്റെ മകളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവനൊന്ന് കണ്ടിട്ട് പോകാൻ പ്രാർത്ഥിക്കാം നമുക്ക്. പ്രൈസ് ഗോഡ്. ആമേൻ. അടുത്ത എക്സാം നമ്മൾ ജയിച്ചിരിക്കും. ആമേൻ. ഇനിയുണ്ട് വരണ്ട കൈയുള്ളവർ ഈ ഹോളകത്ത്. വരണ്ട കൈയുള്ളവർ, അതായത് എന്ത് തൊട്ടാലും എന്ത് കൈവച്ചാലും അതിന് നന്മയായി ഭവിക്കുകയാണെന്ന് ചിന്തിക്കുന്നവർ ഈ ഹോളിനകത്തുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവാത്മാവിൽ ശക്തമായി പ്രാർത്ഥിക്കുക. എൻ്റെ സ്വർഗം നിങ്ങളെ തൊടട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. നമ്മുടെ കർത്താവ് ആരാ? ഒന്നുകൂടെ പറഞ്ഞേ. വാക്കിലും പറ, പ്രവൃത്തിയിലും, പിന്നെ ശക്തിയുള്ള പ്രവാചകനായ നസ്രയനായ യേശുവിനെ കുറിച്ച്. യേശു. പ്രൈസ് ഗോഡ്. ഈ യേശു ഇപ്പം എവിടെ ഉള്ളേ? എൻ്റെ കൂടെ. 2 ഇപ്പം എവിടെ ഉള്ളേ? എൻ്റെ വീട്ടിൽ. അമ്മേ, എൻ്റെ വീട്ടിൽ കൂനിയായ സ്ത്രീയാകത്തോടെ നക്കൂനൊക്കെ എന്ന് പറഞ്ഞേ. അതെ, മരിച്ച ലാസറിനോട് ചെന്ന് യേശു, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള അധികാരത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ ശക്തി. സ്വതന്ത്രം ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ ആ അധികാരം ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ഒരു തടസ്സങ്ങളും അവൻ തടസ്സമായി നിൽക്കുകയാണെന്ന് ഉറപ്പോടെ മാത്രം ദൈവത്തിന് സ്വതന്ത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. ദൈവാത്മാവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയട്ടെ. ഇപ്പൊ എവിടെ യേശു? എൻ്റെ വീട്ടിനകത്ത് യേശു ക്രിസ്തു നിൽക്കുക. ആമേൻ, 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 ആമേൻ. ഇനി അങ്ങോട്ടുള്ള സമയം ക്രൂഷ്യൽ ടൈമാ. അവൻ വലിയ പ്രത്യാശ നിർഭരമായ സമയമായിരിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരുന്നാട്ടെ. അവൻ അന്ന് യേശു അവിടെ വെച്ച് ഭക്ഷണം വിഭാഗിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി യാത്ര പുറപ്പെട്ടു. എന്താ വായിച്ച വാക്യം? എന്താ? അങ്ങനെ ഈ ശിഷ്യന്മാരെല്ലാം തിരിച്ചങ്ങോട്ട് പോയി. തിരിച്ച് യെരൂശലേമിലേക്ക് പോവുക. അവിടെ ചെന്ന് യെരൂശലേമിൽ ചെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നടന്ന കഥകളൊക്കെ വിചിത്രമാ. അപ്പൊ ഇന്ന് പകൽ ഞാൻ അതിനെക്കുറിച്ച് വിവരിച്ചിട്ട് ശുശ്രൂഷ അവസാനിപ്പിക്കാം. ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അപ്പം ഇപ്പം നമ്മൾ എവിടെ ഉള്ളേ? എൻ്റെ വീട്ടിനകത്ത്. വീട്ടിനകത്തെ വീടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ. ഏറ്റവും ആദ്യം യേശു ശുശ്രൂഷ ആരംഭിച്ച വീട്ടിൽ നിന്നാണ്, അല്ലേ?
വീട്ടിനകത്ത് ശുശ്രൂഷ അവൻ വെളിപ്പെട്ടില്ലെങ്കിൽ അത് നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടുകയില്ല. സന്തോഷമുണ്ടല്ലോ. അവൻ യേശുക്രിസ്തു യഹോവയായ ദൈവം അവൻ മിസ്രയീമിൽ നിന്ന് ജനത്തെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് ആദ്യമായി പറഞ്ഞൊരു വെളിപ്പാടിതാ, അവൻ കുലങ്കുലമായി കൂട്ടണം. ആരെ? എല്ലാവരെയും കുലങ്കുലമായി കൂട്ടിയിട്ട് അവൻ കട്ടളക്കാലുമേലും കുറുമ്പടി മേലും അവൻ രക്തം തളിക്കണം. അങ്ങനെ നിന്റെ കുടുംബത്തിനകത്ത് സംഹാരകം പ്രവേശിച്ചില്ലെങ്കിൽ നിന്റെ യാത്ര ശക്തമായി മാറാൻ പോവുക. അങ്ങനെ കുടുംബത്തിനകത്തുനിന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു വിശ്വസിക്കുന്നവര് ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. അടുത്തത് അവൻ കാനായിലെ കല്യാണ വീട്ടിൽ നിന്ന് എൻ്റെ യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോ അതിനെ ഒന്നും ആർക്കും തടയിടാൻ പറ്റിയില്ല. അങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചാട്ടെ, എൻ്റെ മേലെന്ന് വെളിപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ ശക്തിയാണെങ്കിൽ എൻ്റെ കുടുംബം ദേശത്ത് അവൻ അത്ഭുതങ്ങളുടെ കലവറയായി ഒരതിശയമായി മാറാൻ പോകുക എന്നുള്ളവരും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഇനി താഴോട്ട വാക്യം വേഗം ഒന്ന് വായിച്ചേ. അന്ന് അവൻ യേശു അപ്രത്യക്ഷമായി. അടുത്ത വാക്യം വേഗം വായിച്ചു. അവൻ അവരോട് പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്തു അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ. എന്തിനാണെന്നറിയാമോ ഈ പ്രസംഗം ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. അകത്തുള്ളവൻ പുറത്തു വരണമെങ്കിൽ എന്ത് വേണം? ദൈവവചനം വ്യാപരിക്കണം. നിങ്ങൾ ആ പദത്തിലേക്ക് ഒന്നുകൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോട്ടെ. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എല്ലാ തിരുവെഴുത്തിലും അടുത്തത് തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചുള്ളത്. എല്ലാ തിരുവെഴുത്തിലും യേശു ഉണ്ടോ? ഉണ്ടാ. ഒന്ന് പറഞ്ഞ് യേശുള്ള തിരുവെഴുത്ത്. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി അല്ലേ? അങ്ങനെ ഇല്ലേ? ആമേൻ. അടുത്തത് സങ്കീർത്തനം 22 നായ്ക്കളുടെ കൂട്ടം എന്നെ വളഞ്ഞു. ആമേൻ. അവന്റെ കൈകളെയും കാലുകളെയും അവർ ക്രൂശിച്ചു. യെശയ്യാവ് 53 അധ്യായത്തിൽ മുഴുവൻ യേശുവിനെ കുറിച്ചുണ്ട്. അപ്പൊ യേശു ഇല്ലാത്തൊരു വചനമില്ല. ഉറപ്പുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ദൈവമക്കൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആർക്കാ? ചില നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ആമേൻ ഒരു ചർച്ചിൽ പോയി. യഹോവ പെന്തക്കോസ്ത് ദൈവസഭ. ആമേൻ. ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു സ്ത്രീ ആമേൻ ഇങ്ങനെ ഇരിക്കുക, ചങ്കയിലടിച്ച് നിലവിളിക്കുക, ഇല്ല ഞാൻ പോകുകയില്ല, എന്നെ പറഞ്ഞു വിട്ടിട്ട് വന്നതാ. ആമേൻ. ഞാൻ ചോദിച്ചു, ആരാ നീ? ഇന്നടത്തുനിന്ന് വന്നതാ. പറയുന്നില്ല. ആമേൻ. കുറച്ച് കഴിയുമ്പോൾ ചോദിച്ചു, എന്താ നീ ഇവിടെ ഇളകാൻ കാരണം? നീ യേശുവിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക. കാരണം കൂടെ ആരാ ഉള്ളേ? പറഞ്ഞിട്ട് പഠിക്കുന്നില്ല, എൻ്റെ മക്കൾക്ക് കൃത്യമായി പഠിക്കാൻ ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഈ ഹോളിനകത്തുണ്ട്. പ്രൈസ് ഗോഡ്. നിന്റെ തലമുറയുടെ കൂടെ അവൻ ഇന്നു പകൽ എക്സാം എഴുതാൻ, നിന്റെ തലമുറയുടെ കൂടെ ജോലിക്ക് വേണ്ടി, നിന്റെ ഭർത്താവിൻ്റെ കൂടെ എൻ്റെ യേശു ഇന്നു പകൽ ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് ഇനി ഉള്ളതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ കാണുകയില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ ബാക്കി പറ, അവൻ പുതിയ സൃഷ്ടിയായി. പഴയതെല്ലാം കഴിഞ്ഞോ? ഇനി പഴയതൊന്നും നമ്മുടെ കൂടെ ഇല്ല. ആൻറ്റിമാരെ ഒന്ന് കൈ ഉയർത്തിക്കുക. എന്നിട്ട് പറ, എൻ്റെ കൂടെ യേശു ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ യേശു ഉണ്ട്. ഇനി രോഗം രണ്ടാമതാ. എങ്ങനെ യേശു നിൽക്കുന്നേ? ചേർന്ന് നിൽക്കുന്ന യേശു. അഭിഷക്തന്മാരെ, എൻ്റെ കൂടെ യേശു ഉണ്ട്. അങ്ങനെ ഈ രണ്ടാമതാ ബാക്കിയെല്ലാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ശുശ്രൂഷയ്ക്ക് മാറ്റം വരാൻ പോകുക. ഞാൻ വാ തുറക്കുമ്പോൾ വിടുതൽ പ്രാപിക്കാൻ പോവുക. അവൻ ഞാൻ പറയുന്ന വ്യക്തികൾക്ക് മാനസാന്തരം സംഭവിക്കാൻ പോവുക. അവൻ ഞാൻ ദേശത്ത് കാലുവെക്കുമ്പോൾ ആ ദേശത്തിന്റെ സ്ഥിതി മാറാൻ പോവുക. അവൻ ഉറപ്പുള്ള എത്ര പേരുണ്ട്? ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ യാക്കോബ്, അവൻ സഹോദരനെ അവൻ വഞ്ചിച്ചിട്ട് ഭാണ്ഡക്കെട്ടും തോളിലെത്തി എടുത്ത് നിരാശയോടെ ഓടുക. എങ്ങോട്ടെന്നറിയാമോ? എങ്ങനെയും അമ്മാവൻ്റെ അടുക്കലെത്തണം. ഓടിപ്പോയ വഴിക്ക് രാത്രിയായപ്പോൾ ഉറങ്ങാൻ തീരുമാനിച്ചു. അന്ന് രാത്രി യാക്കോബ് കിടന്ന സ്ഥലത്തിൻ്റെ പേര് കിടക്കുമ്പം നിർജ്ജനമെന്ന. പക്ഷേ ഉണർന്നെഴുന്നേൽക്കുമ്പം അതിൻ്റെ സ്ഥിതി മാറി ബേഥേലെന്നായി. സ്തുതിക്കുന്നവർ എത്ര പേരുണ്ട്? കൃപയുള്ളവൻ കാലുകുത്തിയ ഈ പട്ടണത്തിൻ്റെ സ്ഥിതി മാറും. അനേകർ ഈ ദേശത്ത് കാലുവെച്ചു, അനേകം മീറ്റിങ്ങുകൾ നടന്നു, അനേക ശുശ്രൂഷകന്മാരുടെ വന്നു. അവൻ പക്ഷെ കൃപയുള്ള 1000 പേർന്ന ദർശനമുള്ളവൻ ഒരുവൻ എഴുന്നേറ്റിട്ടുണ്ട്. അവനെ തടയാൻ പറ്റുകയില്ല. ദർശനമുള്ളവനെ തടയുകയില്ല. കാരണം അവൻ്റെ കൂടെ യേശു പുറപ്പെടുക. സന്തോഷമുണ്ടല്ലോ അല്ലേ? അവൻ ബേഥേൽ എന്ന ദേശത്ത് അനേകം പ്രവാചകന്മാരെ നേടി. തിരുവല്ല പട്ടണം യേശുവിനെ അറിയാൻ പോവുക. ആരിലൂടെ?
ആരിലൂടെ? എൻ്റെ സഭയിലൂടെ. ഒന്ന് പറഞ്ഞേ നിങ്ങൾ. എന്നിലൂടെ. ഒന്ന് പറഞ്ഞേ നിങ്ങൾ. എൻ്റെ മക്കളിലൂടെ. ഓ, വിശ്വസിക്ക്. എത്ര വലിയ കൊള്ളകത്തുണ്ട്. സന്തോഷത്തോടെ പറ ആമേൻ, 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 ആമേൻ. ഇതിന് മുമ്പ് ഈ പ്രദേശത്തിൻ്റെ പേര് യാബോക്കെന്ന, പക്ഷെ കൃപയുള്ളവൻ മല്ല് പിടിച്ചപ്പം ഇതിൻ്റെ പേര് പെരിയേൽ എന്നായി മാറി. ഉറപ്പുള്ള എത്ര പേര് കൊള്ളകത്തുണ്ട്? യേശു ഉള്ളവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആമേൻ, മാറ്റം വരാതെ പോവുകയില്ല. ആമേൻ, 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 ആമേൻ. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തിക്കായി എൻ്റെ സ്വർഗം ഈ ദേശത്തെ ഉപയോഗിക്കാൻ പോകുവാണെന്ന് അവൻ വിശ്വസിക്കുന്ന ആത്മാവിൽ സ്തോത്രം ചെയ്യുക. അവൻ പാട്ടുകാരൻ പാടി, ഞാൻ കാല് വെക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. ആമേൻ. എനിക്ക് ഇത്ര ഉള്ള ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളെക്കുറിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളൊന്ന് ധൈര്യത്തോടെ ഇറങ്ങണം. ഒറ്റപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്ന പല പ്രിയപ്പെട്ട ഹോളകത്തുണ്ട്. പക്ഷെ ഒറ്റയ്ക്കല്ല, കൂടാരമുള്ളേ. പറ പറ, ഉറപ്പുണ്ടോ? അടുത്ത ഞായറാഴ്ച ദേവദാസന്മാർ ചർച്ച ചെല്ലുമ്പോൾ, പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ, 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 ഒരു പുതിയ ശുശ്രൂഷ വെളിപ്പെടും. കാരണം പറ, എൻ്റെ ചിന്ത മാറി, എൻ്റെ ചിന്ത മാറി, എൻ്റെ ചിന്തകൾക്ക് വ്യത്യാസം സംഭവിച്ചു. കൂടെ യേശു ഉണ്ടെന്നൊരു ഉറപ്പ് കിട്ടി. ഉറപ്പുള്ള നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. അടുത്ത വാക്യം, പെനിയേൽ എന്ന സ്വർഗം അതിനെ വിധി എഴുതിയപ്പോൾ അവൻ സകല പ്രതിസന്ധികൾ അഴിച്ചു മാറ്റിക്കൊണ്ട് യാക്കോവിൻ്റെ നിന്നയും അതുപോലെ മാറുകയായിരുന്നു. അവൻ ഇനി മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13 തുടങ്ങിയുള്ള വാക്യം കൂടെ വായിച്ചേച്ച് ഞാൻ വേഗം ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. അവൻ വേഗം ഒന്ന് വായിച്ചോട്ടെ. യേശു ഫിലിപ്പിന്റെ കൈസരയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഏറ്റവും പുറകിൽ, ഏറ്റവും പുറകിൽ, ഈ സ്റ്റേജിൻ്റെ ഏറ്റവും പുറകിൽ ദേവദാസൻ്റെ കൈ ഉയർത്തിയാൽ നന്നായിരുന്നു. ആമേൻ. ദേവദാസനെ ഒന്നെ ശ്രദ്ധിച്ചാട്ടെ. ഏറ്റവും പുറകിൽ ആ കണ്ണടി വെച്ച് ദേവദാസൻ കൈ ഉയർത്തിയാട്ടെ. അല്ലല്ല, അച്ഛനല്ല അതിൻ്റെ പുറകിൽ. യെസ്, താങ്ക് യു ലോർഡ്. ദേവദാസൻ ശ്രദ്ധിക്കണേ. ദൈവാത്മാവ് ദർശന പൂർത്തീകരണത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പോവുക. പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പറയാം. ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കും. ശക്തമായ വിഷനുണ്ട്. അത് നടപ്പാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഉയർത്തിയുടെ ഒരിക്കൽ കൊടുക്കണം. യെസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആത്മശക്തി ഏറ്റെടുക്കണം. എന്നിട്ട് പുറപ്പെടണം. കാലുവെക്കുന്ന ദേശത്ത് ചിലരെ കൊണ്ടേ പോരുവുള്ളൂ. വെറുതെ മടങ്ങാൻ ദൈവം സമ്മതിക്കുകയില്ല. ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. അവൻ വായിച്ച വാക്യത്തിലേക്ക് വേഗം ഒന്നുകൂടെ വരട്ടെ. ആമേൻ. ഒത്തിരി ശിഷ്യന്മാരുണ്ട്. ഇപ്പം യേശു എവിടെ നിൽക്കുന്നത്? യേശു യാത്രയിൽ, വീട്ടിനകത്ത്. ആമേൻ. അതിനുശേഷം വചന ശുശ്രൂഷയിൽ യേശു ഇങ്ങനെ സഞ്ചരിക്കുക കേട്ടോ. ആമേൻ. ഈ വാക്യം കൂടെ പറയുമ്പോൾ നമ്മുടെ ഏകദേശം സമയം പൂർത്തീകരിക്കപ്പെടും. വായിച്ചോട്ടെ. 12 ശിഷ്യന്മാരുണ്ട്. ഒരാൾക്ക് മാത്രം പ്രത്യേക ഒരു വിഷൻ. എന്താ വിഷൻ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, അടുത്ത വാക്യം, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തമല്ല. അപ്പൊ ഇന്ന് പകൽ യേശുവിനെ കണ്ട ദൈവമക്കൾ ഈ ഹോളിനകത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗമാണെങ്കിൽ ബാക്കി ആര് ചെയ്യും? പ്രൈസ് ഗോഡ്. ഇനി പടം നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. ആമേൻ, ആമേൻ. അപ്പൊ യേശു എന്ന സത്യം വെളിപ്പെടുത്തിയത് ആരാ? പറ. ജഡരക്തങ്ങളല്ല. ആമേൻ. അഭിഷക്തന്മാരെ ശ്രദ്ധിച്ചോട്ടെ. ഞാൻ ഈ സ്റ്റേജിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിന്റെ വെളിപ്പാടാണ്. അവൻ ദേവദാസന്മാരെ, യേശു സ്റ്റേജിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. യേശു എവിടെ ചെന്നു അവിടെയെല്ലാം സ്റ്റേജാ. ആമേൻ. നിർജ്ജന പ്രദേശത്ത് യേശു കാലുകുത്തിയപ്പം ബാക്കി പറ. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നു പറയുമ്പോൾ എത്ര പേരുണ്ട് അവിടെ?
ഏകദേശം 10,000 പേരുടെ സ്റ്റേജാണോ? അല്ല. എന്താ കാരണം? കൃപയുള്ളവൻ കാല് കുത്തി അത് സ്റ്റേജാ. പ്രൈസ് ഗോഡ്. സ്തുതിക്കാൻ എത്ര പേര് കൊള്ളാത്തുണ്ട്? സന്തോഷമുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവകൃപ ദൈവദാസന്മാരെ ശക്തമായി പ്രാർത്ഥിച്ചോ. നിങ്ങൾ കാല് വെക്കും, നിങ്ങളുടെ സ്റ്റേജായി മാറാൻ പോവാ. പ്രൈസിനോട് കേൾക്കാനാണെന്ന് വേണ്ടതേ. ആമേൻ. സ്വർഗം നമ്മളെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രത്യേക വെളിപ്പാട് കിട്ടി. എന്താ വെളിപ്പാട്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ശുശ്രൂഷ അങ്ങ് പ്രാപിച്ചു കഴിഞ്ഞപ്പം യേശു 11 പേരെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഒരാളുടെ നേരെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു, മോനെ ഇത് ജഡരക്തമല്ല നിനക്ക് വെളിപ്പെടുത്തിയേ. ഇനി 1-2 കാര്യം ഞാൻ പറയട്ടെ. അവൻ പറഞ്ഞു വെച്ചാ പറഞ്ഞു എന്താ പറഞ്ഞു? ഒന്ന്, നിങ്ങളും എന്നെ ആരെന്ന് പറയുന്നു? ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. അടുത്തത് കുഞ്ഞേ, നീ ആരാറിയാമോ? നീ തന്നെ. നീ വേറെ ആകാൻ നോക്കണ്ട. നീ നിന്നിൽ തന്നെ നിർത്തിക്കൊണ്ട് ചിലത് ഞാൻ ചെയ്യും. ശക്തമായ കൈ കൊടുത്തേ. അമേൻ. ശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പോരാ, ഉണ്ടാകണം. ശക്തമായി പ്രാർത്ഥിക്കണം. അമേൻ. മറ്റുള്ളവരൊക്കെ ആത്മാവിൽ വെട്ടിത്തിളങ്ങുമ്പോൾ എനിക്കതിൻ്റെ മൂളിൽ കയറണം എന്നൊരു ആഗ്രഹമുണ്ട്, ഒരു സ്വകാര്യ അഹങ്കാരം. ദൈവാത്മാവിൻ്റെ പ്രാർത്ഥിച്ചാട്ടെ. അമേൻ. ഒരു പക്ഷേ ഇനി ഇങ്ങനെയുള്ള സ്റ്റേജുകളിൽ നിങ്ങളെപ്പോലത്തെ അഭിഷക്തമായി വെളിപ്പെടാൻ പോകുന്നേ. പ്രാർത്ഥിക്കുക. ശക്തമായി ദൈവകൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, പോരെന്നൊരു തോന്നൽ ഹൃദയത്തിലുണ്ട്. അത് ഇനിയും ഉണ്ടാകട്ടെ. ആത്മഭാരമുള്ള അഭിഷക്തന്മാരെയാ സ്വർഗം പ്രതീക്ഷിക്കുന്ന. യെസ്, താങ്ക് യു ജീസസ്. പ്രൈസ് ഗോഡ്. അപ്പം യേശുവിന് വെളിപ്പെട്ട 11 പേരിൽ നിന്ന് ഒരാളെ മാത്രം കർത്താവ് നിർത്തിയിട്ട് പറഞ്ഞു, കുഞ്ഞേ നിനക്കിത് വെളിപ്പെടുത്തത് സ്വർഗമായതുകൊണ്ട് ഇനി ഞാൻ ചിലത് പറയാൻ പോവാ. ആമേൻ. അപ്പം യേശുവിന് വെളിപ്പെട്ടവനോട് കർത്താവ് വ്യക്തമായി സംസാരിക്കും. അടുത്ത വാക്യം വായിച്ച് അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നേ. ആമേൻ. ജഡരക്തങ്ങളല്ലാത്തത് കൊണ്ട് നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ആമേൻ. അങ്ങനെയാണെങ്കിൽ യേശുവിനെ അറിഞ്ഞുമല്ലൂടെ ദൈവം സഭയുടെ പണി ആരംഭിക്കാൻ പോവുക. ഇതിനു മുമ്പ് 1000 പേർ ദർശനം പ്രാപിച്ചവരൊക്കെ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. ഇന്ന് രാവിലെ ഷിൽജു പാസ്റ്ററോട് സംസാരിച്ചു പറഞ്ഞു, ഞങ്ങളുടെ അഭിഷക്ത ശക്തമായ ദർശനമുള്ള ദൈവദാസന. ദൈവത്തെ നന്ദി പറയുക. പ്രൈസ് ഗോഡ്. ഞാനും പ്രാർത്ഥിക്കുന്ന കാര്യം മലബാറിൽ ഒരു വലിയ ദൈവവേല ഉണ്ടാകണം. ആമേൻ. അതിനാ ഉപവാസം ഇരുന്നേ. ഇനിയും പ്രാർത്ഥിക്കും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അവൻ ചെതറിപ്പോയ കൂട്ടത്തെ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവുക. ആ ദർശനത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. അത് നടക്കും. ഹല്ലേലൂയ. അവൻ ഇനി അതുപോലെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം ഇനി മരിച്ചവരെ ഉയർപ്പിക്കണം. എൻ്റെ ദർശനം പറയാം. പ്രൈസ് ഗോഡ്. സാറിന് മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് കൊണ്ടുവന്നേ? മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് കൊണ്ടുവന്നേ? സിമിത്തേരിക്കാം. വിശ്വാസം ഉണ്ടോ നോക്കാം. വിളിച്ചു നോക്കാൻ ബിസിയാ. ആമേൻ. 2 ദിവസം കൂടെ വെക്കാം. മോർച്ചറില്ല. പ്രൈസ് ഗോഡ്. ആര് വരട്ടെ? ആ വാസ്തു വരട്ടെ. ആമേൻ. അപ്പോൾ വാസ്തു വരുമ്പോൾ 3-4 ശവനെ ക്യൂ കിടക്കുക. ഉടനെ ടച്ച് ഇൻ ജീസസ് നെയിം. ഉടനെ അത് എഴുന്നേറ്റ് ആ പെട്ടിയിൽ അവിടെ കൊണ്ടിട്ടെ. ആമേൻ. എഴുന്നേപ്പിച്ച് അങ്ങ് വിട്ടാ സഭ വളരുമോ ഇല്ലയോ? പറഞ്ഞാട്ടെ. വളരുമോ? പറ. ഒന്ന് വിശ്വസിച്ചിരുന്നു. ആമേൻ. അവിടെ ആത്മാവിൽ പറ, യേശുവിനെ കണ്ടവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ വിശ്വാസത്തിൽ കണ്ടേ. അപ്പോൾ പത്രോസ് പറഞ്ഞു, അത് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അങ്ങനെയാണ് സഭ പണിയപ്പെടണമെങ്കിൽ യഥാർത്ഥ ദർശനം എവിടുന്ന് കിട്ടണം? ഏത് ദർശനം ഉണ്ടാകണം? യേശു എന്ന ദർശനം നമ്മൾ പ്രാപിക്കണം. ആമേൻ. ഇനി അടുത്തതാ. പ്രൈസ് ഗോഡ്. ആമേൻ. ആമേൻ. അടുത്ത വാക്യം പാതാള ഗോപുരം നിന്നെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ആമേൻ. അപ്പം യേശുവിനെ അറിഞ്ഞവനെ ആര് ജയിക്കുകയില്ല? പിശാച് ജയിക്കുകയില്ല. ഞാൻ ചില സ്ഥലത്തൊക്കെ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരാ നിനക്കറിയാവുന്ന ഞാൻ വെച്ചേക്കുകയില്ല. ഞാൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആമേൻ. പിന്നെ ഞാൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? പറഞ്ഞു, ആയിക്കോട്ടെ, കേൾക്കട്ടെ. ഞാനാണ് ഇന്നാളത്തെ ഇന്നാര്. അപ്പം ഞാൻ പറയും, ഞാനാണ് യേശു. ഈ വാക്കിന് പിന്നെ ഇവർക്ക് പറയാൻ മറുപടിയില്ല. കാരണം നമ്മുടെ കൂടെ ആരാ ഉള്ളേ? ആമേൻ. വിശ്വസിക്കത്ര വരെ ഹോളകത്തുണ്ട്. ഇന്ന് പകൽ ഈ ഹോള് വിട്ടിറങ്ങുമ്പോൾ ആമേൻ, ഈ സ്ഥിരമായിട്ട് തലവേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ആരോ ഈ ഹോളകത്തുണ്ടല്ലോ. ആമേൻ. തലവേദന. പ്രൈസ് കൊടുന്ന് കൈ ഉയർത്തിയാട്ടെ. ആമേൻ. ഒന്നുകൂടെ ഇനി ഉണ്ടല്ലോ, 1-2 ഉയർത്തുന്നത് കൈ ഉയർത്തുക. ആമേൻ. 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 താങ്ക് യു ജീസസ്. കൈ ഉയർത്തിയാൽ മതി. കൈ ഉയർത്തിയോ? ആമേൻ. ഇതിന് ശേഷം ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാം. ആമേൻ. ആ ഉയർത്തിയ കൈകൾ ഒന്നുകൂടി പിടിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകല തലവേദന, ആമേൻ, അതുണ്ടാക്കുന്ന ദുർവ്യാപാരങ്ങളിലേക്ക്, ആമേൻ, കുടുംബത്തിൽ ആർക്കോ ഇങ്ങനെ ഒരാൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആമേൻ. ആമേൻ. ആമേൻ.
ആമേ. ഇത് വേറെ ആർക്കും ഇല്ല, പക്ഷേ എനിക്കേ ഉള്ളൂ. ആമേൻ. ഇങ്ങനെ ചിന്തയുണ്ട്. പ്രാർത്ഥിച്ചാട്ടെ. ആ കൈ നോർത്തി പിടിച്ച കർത്താവേ, ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അനേകം നാളുകളെ രോഗാത്മാവിന്റെ ശക്തിയാൽ ഭാരപ്പെടുന്ന രോഗം ഉണ്ടാക്കുന്ന ആ ശക്തിക്കുമെതിരെ യേശുക്രിസ്തുവിന്റെ കരമാ ആഴമായി വെളിപ്പെടുവാൻ എൻ്റെ സ്വർഗ്ഗ ഒരുക്ക നന്മകൾക്കായി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുക. ദൈവപ്രവൃത്തി വ്യാപരിക്കും നന്മകൾക്കായി സ്തോത്രം. ക്രിസ്തേശുവിന്റെ ധന്യവേറിയ നാമത്തിൽ ആമേൻ. ഹീൽ ഇൻ ജീസസ് നെയിം. പ്രൈസ് ഗോഡ്. ഈ ഒരാൾക്ക് ചെവിയുടെ പുറകിലുണ്ട് വേദന, അല്ലേ? ആമേൻ. തലവേദന കൂടാതെ ചെവിയുടെ പുറകിലേക്ക് വേദന ഇറങ്ങും. പ്രാർത്ഥിച്ചോ, അത് പൈശാചികമാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ സ്വർഗ്ഗത്തിനെ വെട്ടി എന്ന് വിശ്വസിച്ചാട്ടെ. ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവാസന കാര്യം ഉയർത്തിപ്പിടിച്ചാട്ടെ. ആമേൻ. ആമേൻ. അക്കാരം ക്ലീശ വിചാരിച്ചാൽ ഉയർത്തിപ്പിടിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. അവന് ഒത്തിരി പേരെ എന്തൊക്കെയോ ആകണമെന്ന് തീവ്രമായൊരാഗ്രഹമുണ്ട് ഉള്ളിൽ. പ്രൈസ് ഗോഡ്. അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ഓടുകയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. പ്രൈസ് ഗോഡ്. ശക്തമായി പ്രാർത്ഥിച്ചു. ആമേൻ. പ്രതീക്ഷകൾക്കപ്പുറമായി വളർത്തുന്നൊരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. താങ്ക് യു ലോർഡ്. അക്കരം ആമേൻ. ആമേൻ. പ്രാർത്ഥിച്ചാൽ കൈയോടെ പ്രാർത്ഥിച്ചാൽ താങ്ക് യു ലോർഡ്. ആമേൻ. ശക്തമായി പ്രാർത്ഥിക്കണേ. ആമേൻ. പ്രതീക്ഷകൾക്കപ്പുറമായി ഉയർത്തുന്നൊരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ എവിടെ വായിച്ച് അവസാനിപ്പിച്ചേ? യേശു ക്രിസ്തു ആമേൻ. ആമേൻ. പത്രോസിനെ വെളിപ്പെടുത്തി. അതിനുശേഷം അടുത്ത വാക്യം, പാതാള ഗോപുരം തന്നെ ജയിക്കുകയില്ല. ഞാൻ ഒന്നുകൂടി പറയാം, പിശാച് ജയിക്കാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടെങ്കിൽ ആരേ ഉള്ളൂ? എന്തോ ചെയ്യാൻ പറ്റുമോ? പിശാച് ജയിക്കുകയില്ലാത്ത ഒരാളെ ഭൂമിയിലുള്ളത് ആരാ? അത് ഞാനാ. പറയാൻ പറ്റുമോ അങ്ങനെ? അത് ഞാനാ. ഈ ശക്തി എന്നിലൂടെ വ്യാപരിക്കുന്നത് കൊണ്ട് ഒരു ശക്തികളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ചില നാളുകൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഇവിടെ ചില അത്ഭുതങ്ങൾ സ്വർഗം ചെയ്തു. ബാംഗ്ലൂർ മീറ്റിംഗ് ചെന്നപ്പോൾ അവിടെ ചെന്നും പറഞ്ഞു, ഞാൻ ചില പദ്ധതികൾ ഇട്ടിരുന്നു, പക്ഷെ നീ അവൻ്റെ കാല് തല്ലി ഓടിച്ചില്ലേ. എന്താ കാര്യമെന്നറിയാമോ? നമ്മൾ എവിടെ പ്രാർത്ഥിച്ചോ എൻ്റെ ദൈവം അവിടെ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് പകൽ പിശാചിൻ്റെ കോട്ടകൾ ഇടിക്കാൻ ദൈവം വിളിച്ചൊരു ജാതി ഉണ്ടെങ്കിൽ ആ ജാതിയുടെ പേരാണ് പെന്തക്കോസ്. അതുകൊണ്ട് ദൈവാത്മാവിൽ ഇങ്ങനെ പറഞ്ഞ്, ഇതുപോലൊരു ജാതി വേറെയില്ല, ഇതുപോലൊരു ജാതി വേറെയില്ല, ഇതുപോലെ നന്മ പ്രാപിക്കാൻ സ്വർഗം വിളിച്ച വേറെ അഭിഷക്തൻ വേറെയില്ല. അതുകൊണ്ട് ഈ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയട്ടെ. അതുകൊണ്ട് എവിടെ ചെന്നാലും ആമേൻ, നിങ്ങളൊരു കാര്യം ഉറപ്പ് വിശ്വസിക്കണം. കൂടെ ആരുണ്ട്? കൂടെ ആരുണ്ട്? കൂടെ ആരുണ്ട്? കൂടെ ആരുണ്ട്? യേശുണ്ട്. ദൈവത്തിൻ്റെ ആത്മ സഹായിക്കട്ടെ. ആമേൻ. ദൈവദാസി അടുത്ത വാക്യം വായിച്ചോട്ടെ. ആമേൻ. പാതാള ഗോപുരം സ്വർഗരാജ്യത്തിന്റെ താക്കോൽ യേശുവിനെ മനസ്സിലാക്കി ദൈവദാസന്മാരിലൂടെ ഒരു വെളിപ്പാടുള്ള പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അവൻ ചില അധികാരം ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ കൈമാറാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. അവൻ പുതിയ ശുശ്രൂഷ മേഖലയിലേക്ക് എൻ്റെ ദൈവത്തിന് നടത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ ഇതുവരെ തുറക്കാത്ത ചില വാതിലുകളെ ഹല്ലേലൂയ യേശുവിനെ അറിഞ്ഞ നിന്നിലൂടെ എൻ്റെ അപ്പൻ ഇന്ന് പകൽ കൈമാറാൻ പോവുക. വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഈ അധികാരത്തിന്റെ താക്കോല് ആത്മാവിൽ വാങ്ങിയാട്ടെ. ഇതുവരെ തുറക്കാത്ത അടഞ്ഞുകിടക്കുന്ന മേഖലകളെ, അടഞ്ഞുകിടക്കുന്ന മണ്ഡലങ്ങളെ തുറക്കാൻ കഴിവുള്ള ദൈവാത്മാവിന്റെ അധികാരത്തിന്റെ ശക്തി അവൻ പ്രാപിക്കാൻ ദൈവം തന്ന നന്മകളെ ഓർത്ത എൻ്റെ ദൈവത്തെ ഞാൻ ആഴമായി സ്തുതിക്കുക. യേശുവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയട്ടെ. അങ്ങനെ ഈ താക്കോലും വാങ്ങിക്കൊണ്ട് യേശുവിൻ്റെ മക്കൾ ഈ ഹോളിൽ നിന്ന് പോകാവുള്ളൂ. പരീക്ഷ എഴുതാൻ പറ്റുകയില്ല, പ്രാർത്ഥിക്കണം. ആമേൻ. ഞാൻ പുതിയൊരു താക്കോൽ തരിക. എന്താണെന്നറിയാമോ? ഈ താക്കോൽ വിജയത്തിൻ്റെ താക്കോല. ശുശ്രൂഷയിൽ അവൻ ദൈവദാസന്മാരെ അവൻ പരിഭവിക്കുന്നവരുണ്ട്. യഥാർത്ഥമായി സ്റ്റേജുകളിൽ അവൻ തിളങ്ങാൻ കഴിയാത്തതിന് പേരിൽ ഭാരപ്പെടുന്നതിന് പ്രാർത്ഥിച്ചാട്ടെ. ചില പുതിയ താക്കോലുകളെ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ തരാൻ പോവുക. അത് പ്രാപിക്കുന്നവർക്കായി ഞാൻ കർത്താവിനോട് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ ഈ അധികാരം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്നാൽ എന്തേ സംഭവിക്കത്തുള്ളൂ? എന്തേ സംഭവിക്കത്തുള്ളൂ? വിജയം അല്ലേ? വിജയം അല്ലേ? ഉറപ്പല്ലേ? എന്താ സംഭവിക്കുള്ളൂ? വിജയം. നമ്മൾ ആരുടെ ഭാഗത്താ? നമ്മൾ വിജയിച്ചവൻ്റെ മക്കളാ. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത വാക്ക് ഇവിടെ വായിച്ചേച്ച അവൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, അനാവശ്യമായ ഒരു പദം പോലും ദൈവമക്കളുടെ നാവിൽ നിന്ന് വീഴരുത്. എന്താ കാര്യം അറിയാമോ? കാര്യം എന്താ? നമ്മൾ പറയുന്ന പോലെ സംഭവിക്കും.
പത്രോസ് ലേഖനത്തിൽ വാക്യമുണ്ട്, നീ അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടതായതുകൊണ്ട് നീ അനുഗ്രഹിക്കുന്നവനാകണം. അപ്പം ശാപം ശപിക്കാൻ പോയാൽ എന്താ സംഭവിക്കുക? ശാപം നമ്മുടെ തലമുറയുടെ മേൽ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു കാരണവശാലും പാസ്റ്റർ അതെങ്ങനെ പറയത്തില്ല, എല്ലാ ദിവസവും എന്നോട് വഴക്ക, ഭാരപ്പെടേണ്ടതില്ല. നീ വിശ്വസിക്കും, നിന്നെ സ്വർഗം മാനിക്കും. ഈശ്വരോട് സന്തോഷമുണ്ടോ? അവൻ എന്നും അപവാദോ പാസ്റ്റേ, സാരമില്ലെന്നേ. നിന്റെ നാവിൽ നിന്നൊരു പദം പോലും എതിരായി വീഴരുത്. കാരണം എന്താ? കാരണം പറ, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. അടുത്തതാ, നീ ഭൂമിയിൽ അഴിയുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. സ്വർഗത്തിൽ അഴിയും. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് തൊട്ട് ഞാൻ പറയുന്ന പോലെ നടക്കാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ നന്ദി പറഞ്ഞാട്ടെ. ഞാൻ പറയുന്ന പോലെ സംഭവിക്കും. ഞാൻ യേശുവിൻ്റെതാ. ഞാൻ ഇന്ന് വീട്ടിൽ പോകും, എൻ്റെ കൂടെ യേശു വരും. ഞാൻ യേശുവിൻ്റെതാ. ഞാൻ വാഹനത്തിൽ കയറുമ്പോൾ എൻ്റെ കൂടെ യേശു വരും. ഞാൻ യേശുവിൻ്റെതാ. എൻ്റെ ഓഫീസിൽ എൻ്റെ എതിർപ്പുകൾ മാറാൻ പോവുക, എൻ്റെ കൂടെ യേശു വരും. പ്രൈസ് ഗോഡ്. എൻ്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ഞാൻ യേശുവിൻ്റെതാ. ഹല്ലേലൂയ. എൻ്റെ നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന അവൻ വ്യക്തികളോട് ദൈവം സംസാരിക്കും. ഞാൻ യേശുവിൻ്റെതാ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ മാത്രം നന്ദി പറ. ആമേൻ. ഇന്നത്തെ ശുശ്രൂഷയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയാമോ? അടുത്ത ദിവസങ്ങളിൽ മഹാരഥന്മാർ വരാൻ പോവുക. അപ്പം പെറുക്കിയിടുക. അമേൻ, അമേൻ, അമേൻ. വാക്കി ഇനി ദൈവദാസമാണ് നിങ്ങൾക്ക് തരും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? കൂടെ ആരുണ്ടെന്നാണ് വിശ്വസിക്കണ്ടേ? യേശു. അപ്പം യേശു ഉള്ളവൻ്റെ പ്രത്യേകത ഒന്ന്, നിൻ്റെ യാത്രയിൽ യേശുവിൻ്റെ സാന്നിധ്യം. രണ്ട്, വീട്ടിനകത്ത് യേശുവിൻ്റെ സാന്നിധ്യം. പ്രൈസ് ഗോഡ്. മൂന്ന്, നിന്റെ നാവിൽ നീ പറയുന്ന പോലെ സംഭവിക്കും. പ്രൈസ് ഗോഡ്. അവൻ അടുത്തത്, പിശാച് നമ്മെ ബാക്കി പറ തോപ്പിക്കുകയില്ല. അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണോ? ആമേൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ആരെക്കുറിച്ചായിരിക്കും? എന്തോ നിങ്ങൾ പറയണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. ആമേൻ, ആമേൻ. നമ്മൾ പറയേണ്ടത് യേശുവിനെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത് കൂടുതലാണ്? ആമേൻ. അതുകൊണ്ട് ഇന്ന് മകൾ പോരാട്ടമാണ് ദൈവമകൾ പറഞ്ഞേക്കരുത്. നിന്നെ പോരാട്ടം തൊടുകയില്ല. കാരണം നിന്നെ ആരാ വിളിച്ചതാരാ? യേശുവെ വിളിച്ച. സ്തുതിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവിന്ന് പകൽ സഹായിക്കട്ടെ. ഇനി വായിച്ച വാക്യത്തിലേക്ക് വേഗം തിരികെ വരട്ടെ. അതിൻ്റെ 36-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. അവൻ 36-ാമത്തെ വാക്യം. ജീസസ്. ഏത്? ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം. ഇനി നമ്മൾ അവൻ കണ്ടേച്ച് തൊട്ടേച്ച് പ്രാപിച്ചിട്ട് മടങ്ങാൻ പോവാ. ആമേൻ. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, നമ്മുടെ നാവിൽ നിന്ന് ഈ അനാവശ്യമായ പദം വീഴരുത്. ഇവർ എന്തിനെ കുറിച്ചാണ് പറയുന്നേ? ഇവർ യേശുവിനെ കുറിച്ചാണ് പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കണ്ടവരാരെ കുറിച്ചേ പറയത്തുള്ളൂ? യേശുവിനെ കുറിച്ച് പറയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ യേശുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആരാ അടുത്ത് വന്നേ? പറ ആരാ വന്നേ? യേശു. പ്രൈസ് ഗോഡ്. എന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് സമാധാനം. അപ്പൊ ശരിക്കും അവർക്ക് എന്താ അവിടെ വേണ്ടേ? എന്താ വേണ്ടേ? സമാധാനമാണ്. അങ്ങനെയാണ് വീട്ടിനകത്ത് ഇരിക്കുന്നിടത്ത് വന്ന് എന്താ വേണ്ടേ അത് തരാൻ ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തിയുള്ള ആത്മാവാ. ആ ആത്മാവിനെ നമ്മൾ വിശ്വസിക്കുന്നത്. ഉറപ്പുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. അടച്ചിട്ട മുറിക്കകത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അടുത്ത വാക്യം. അവർ ഞെട്ടി ഭയപ്പെട്ടു, ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അപ്പൊ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ലെന്നേ, ഇത് വർഷങ്ങൾക്ക് തുടങ്ങിയതാ. അവൻ ഏറ്റവും ആദ്യം എന്തിൻ്റെ പേരെ വരത്തുള്ളൂ? മിണ്ടുന്നില്ല. ഏറ്റവും ആദ്യം നമുക്ക് വരുന്ന പോരാട്ടം അല്ലേ? പ്രത്യേകിച്ച് തിരുവിതാംകൂർ സൈഡിലോട്ട് പോരാട്ടം കൂടുതലാണ്. എന്നാൽ ആത്മാവിൽ പറയാം, ദൈവമക്കളുള്ളവനെ പോരാട്ടം തൊടുകയില്ല. പ്രൈസ് ഗോഡ്. ഇനി അഥവാ സംശയം ഉണ്ടെങ്കിൽ ആമേൻ, ആമേൻ. എൻ്റെ പാസ്റ്റ് ഒരു വിടുതലില്ലാത്ത വിഷയമുണ്ട്, വിളിക്കും, നമുക്ക് വരാം. പാസ്റ്റ് അനുഭവത്തോടെ വരാം. ആമേൻ, ആമേൻ. എത്ര കൊടികുത്തിയവരാണെങ്കിലും നമ്മുടെ മുമ്പിൽ മുഴങ്കാലും അടക്കാതെ പോവുകയില്ല. പ്രൈസ് ഗോഡ്. കാരണം നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് അവൻ വാക്കിലും, ബാക്കി പറ, പ്രവൃത്തിയിലും, പിന്നെ ശക്തിയുള്ള പ്രവാചകനായ അവൻ നസ്രയനായ യേശുവ എൻ്റെ കൂടെയുള്ള. ഹല്ലേലൂയ. അവൻ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ശുശ്രൂഷയിലുണ്ട്, എൻ്റെ ജോലിയിലുണ്ട്, എൻ്റെ യാത്രയിലുണ്ട്, അവൻ എൻ്റെ നടപ്പിലുണ്ട്, എൻ്റെ നാവിലുണ്ട്, എൻ്റെ ചിന്തയിലുണ്ട്. ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് ഒരു ശക്തിക്ക് വേണ്ടി തോൽപ്പിക്കാൻ പറ്റുകയില്ല. ഉറപ്പുണ്ടല്ലോ അല്ലേ? ആമേൻ. അടുത്ത വാക്യം വായിച്ചേ. വേഗം അവസാനിപ്പിക്കാം. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്താ? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്താ? അടുത്തത്, ഞാൻ തന്നെയാകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവേൻ. യേശുവിനെ അറിഞ്ഞവന്റെ മുമ്പിൽ ആരെ വരത്തുള്ളൂ? ആരെ വരുവുള്ളൂ? നിങ്ങൾ വിശ്വസിക്കുന്നേ? നീ വന്നത് പിശാചാണ്, 5 അയലോക്ക് നിൽക്കുകയില്ല. ഉറപ്പുണ്ടോ?
ഉറപ്പുണ്ടോ? പേരെടുത്ത മന്ത്രവാദികൾ എത്ര ശക്തമായി നമുക്കിതിനെ വെല്ലുവിളിച്ചാലും നിങ്ങൾക്ക് ഉറപ്പ് തരാം, നമ്മുടെ കൂടെ ഉള്ളത് യേശുവാണെങ്കിൽ അവൻ ചെയ്തേച്ചിരിക്കുള്ളൂ അവിടെ. ഹല്ലേലൂയ. അവൻ കാരണം നമ്മൾ ആരെ സേവിക്കുന്നു? പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ സേവിക്കുന്നു എന്ന് ഞാൻ ബാക്കി പറ അവൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി എന്നെ അവസാനത്തോളം നടത്താൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ യേശു ഉണ്ടെങ്കിൽ ഇനി രോഗം എന്നെ തൊടുകയില്ല, മന്ത്രവാദി എന്നെ തൊടുകയില്ല. അവൻ 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 ആഭിചാരങ്ങൾ തൊടുകയില്ല, നേർച്ച കാഴ്ചകൾ തൊടുകയില്ല, അവൻ ശത്രുദോഷം തട്ടുകയില്ല, അവൻ ദുർമന്ത്രവാദ ശക്തികൾ ഏൽക്കുകയില്ല. കാരണം ഞാൻ യേശുവിൻ്റെ മകനാ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. അതുകൊണ്ട് ആ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒന്നിച്ചേർന്ന് പാടിയ ആമേൻ എന്താണെന്നറിയാമോ? രക്തം കൊണ്ട് മുദ്ര ഇടപെട്ട ദൈവജനം ഒന്നിച്ച് ബാക്കി പറ കാഹളങ്ങൾ ഊതുമ്പം ഭൂതലം വിറയ്ക്കും. ശ്രദ്ധിക്കാൻ പറ്റുമോ? അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ മാത്രം ദൈവത്തിൽ രക്ഷിക്കപ്പെട്ടവർ മാത്രം. ഇതിനകത്തെല്ലാം രക്ഷിക്കപ്പെട്ടവരെയാണല്ലോ അല്ലേ? സ്വോത്ര 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 സ്വോത്ര. അങ്ങനെയാണ് ഇന്ന് പകൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളോട് നടക്കാൻ പോവുക. വീട്ടിൽ ചെല്ലും മകൻ ഭയങ്കര വഴക്കുണ്ടെന്നിരിക്കട്ടെ, ഒരു ഉദാഹരണം പറയാം. കുടിച്ചിട്ടാണ് വഴക്കുണ്ടാക്കുന്നത്. അമ്മച്ചിമാരെ വീട്ടിൽ ചെന്ന കയ്യിലെങ്കിൽ പിടിക്കണം, മോനെ എന്തുകൊണ്ട് വിശേഷം? എന്നിട്ട് നമ്മുടെ ഉള്ളിൽ പറയണം, പിടിച്ചേക്കുന്ന ആരാ? അമ്മയല്ല, പിന്നാരാ? യേശു. യേശുവിൻ്റെ മേൽ വ്യാപരിക്കുന്ന പിശാച് വഴിമാറാ. പ്രൈസ് ഗോഡ്. പരീക്ഷ എക്സാം പേപ്പർ എടുത്തു വെച്ചിട്ട് ആത്മാവിൽ പറ, ഇൻ ജീസസ് നെയിം. ജീസയല്ല, യേശു വന്നിട്ടുണ്ട്, ഇവിടെ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. പ്രൈസ് ഗോഡ്. ശുശ്രൂഷ മേഖലയിൽ അവഗണന അനുഭവിക്കുന്ന ദൈവദാസന്മാരെ വചനമെടുത്ത് ചങ്ക ചേർത്ത് വെച്ചിട്ട് പറ, ഞാൻ പ്രതീക്ഷിക്കാത്ത സ്റ്റേജുകൾ എൻ്റെ സ്വർഗം എനിക്ക് തരാൻ പോകുക. ഉറപ്പുള്ള എത്ര പേര് കൊള്ളകത്തുണ്ട്? കാരണം ഞാൻ യേശുവിൻ്റെതാ, യേശുവിൻ്റെതാ, ഞാൻ യേശുവിൻ്റെതാ, ഞാൻ യേശുവിൻ്റെതാ. എൻ്റെ കുടുംബത്തിൽ യേശുണ്ട്. അവൻ ഡ്രൈവർ വണ്ടി കയറുന്നതിന് മുൻപേ ആര് വണ്ടി കയറിയിരിക്കും? എൻ്റെ യേശു കയറിയിരിക്കും. ടാപ്പിങ്ങുകാരൻ വണ്ടി ടാപ്പിങ് തോട്ടത്തിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആരെത്തിയിരിക്കും? എൻ്റെ യേശു എത്തിയിരിക്കും. കിണർ പണിക്കാരൻ കിണറിനകത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആരിറങ്ങും? എൻ്റെ യേശു ഇറങ്ങും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എല്ലായിടത്തും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് അവൻ കൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ഈ ഉറപ്പ് പ്രാപിച്ചിട്ടേ 3-ാം ദിവസം മടങ്ങാവുള്ളൂ. ഹല്ലേലൂയ. അവൻ കണ്ടവരൊക്കെ ഇന്നു പകൽ അത്ഭുതം കൂറുമാറ് അതിശയത്തിന്റെ പ്രവൃത്തി ആത്മാവിൽ വെളിപ്പെടാൻ പോവുക. പ്രൈസ് ഗോഡ്. ആമേൻ ആമേൻ ആമേൻ. എന്നിട്ട് പറയും, നിങ്ങൾ സംശയിക്കേണ്ട, ഞാൻ തന്നെയാ. അടുത്ത വാക്യം വായിച്ചു, നിങ്ങൾക്ക് വേണേ എന്നെ കാണാം. അല്ലേ അല്ലേ വാക്യം? എന്നെ തൊട്ട് നോക്കുവേ. കണ്ടാ മതി, എങ്കിൽ കണ്ടാ മതി. ഇനി പോരെ തൊടണമോ? തൊടാൻ കർത്താവിനെ. ഞാൻ എങ്ങനെ ശുശ്രൂഷ ഇതിനെ കാണുന്നറിയാമോ? ഞാൻ കണ്ണും കിടക്കും എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത്, എന്നിട്ട് കൈയൊരുങ്ങി പിടിക്കും. ഇപ്പം ഞാൻ പിടിച്ചിരുന്ന യേശുവിനെയാണ്. അത് പറയാ, എൻ്റെ അവസ്ഥ ഇതാ, എന്നെ ഒന്ന് വിടുവിച്ചേ പറഞ്ഞങ്ങ് തുടങ്ങുക. പിന്നെ അതൊരു പക്ഷേ ഒരു കണ്ണീരായി മാറ്റപ്പെടാം. അടച്ചിട്ട മുറിക്കകത്ത് അപ്പച്ചന്മാരെ വലിയ പഴയ പോലെ മുട്ടയിടിക്കാനും പറ്റിയില്ല, സാരമില്ല. പ്രൈസ് ഗോഡ്. പഴയ ഒരു ഉപവാസം ഇരിക്കാനും പറ്റുകയില്ല, സാരമില്ല. പ്രൈസ് ഗോഡ്. പക്ഷെ ഒറ്റ കാര്യം, അടച്ചിട്ട മുറിക്കകത്ത് കയറി കട്ടിലെ എഴുന്നേച്ച ഒന്ന് പറയണം, അപ്പാ ഞാൻ നിൻ്റെതാ, ഒന്ന് പിടിച്ചോട്ടങ്ങേ. താങ്ക് യു ജീസസ്. ഒന്ന് തൊട്ടിട്ട് പോയാൽ മതി. ആമേ. എൻ്റെ യേശുവിന് തൊട്ടേ ആ മുറിഞ്ഞ കരമുണ്ടല്ലോ, ആ കരത്തിലോട്ട് നിങ്ങളുടെ കരം ചേർത്ത് വെച്ചാട്ടെ. അവൻ ഇന്നു പകൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക. ഇതുവരെ പ്രാപിക്കാത്ത ചിലതിനെ അവൻ ദൈവാത്മാവ് പ്രാപിപ്പിക്കാൻ പോവുക. അവൻ അടഞ്ഞുപോയ വഴികളെ യേശുവിൻ്റെ നാമത്തിൽ അവൻ തുറക്കാൻ പോവുക. ശ്രദ്ധിച്ച്, ജോലിക്കകത്ത് മുടക്കം സംഭവിച്ചിട്ട് അവൻ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നീങ്ങാൻ ശ്രമിച്ചിട്ട് അത് വെക്കാൻ കഴിയാതെ ഭാരപ്പെട്ടതിനകത്തോട്, അതായത് നിലവിൽ പറഞ്ഞാൽ വരുമാന മാർഗം ഒന്നും ലഭിക്കുന്നില്ല. അവൻ മടിയുണ്ടെങ്കിൽ കൈ ഉയർത്തണ്ട, അല്ലാത്ത അതിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, അവൻ ഇന്ന് തൊട്ട് നിന്റെ മുടക്കം മാറാൻ പോവുക. പ്രൈസ് ഗോഡ്. എന്താ കാര്യം എന്നറിയാമോ? നിന്നെ യേശു തൊട്ടോ. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവേ, അവനെ മുറിഞ്ഞ കടത്തിൻ്റെ ശക്തി വ്യാപരിച്ചവരൊന്നും ഇതുവരെ വെറുതെ മടങ്ങിപ്പോയ ചരിത്രം ഞങ്ങളുടെ കുലത്തിൽ ഇല്ലപ്പാ. ആമേൻ 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 ആമേൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആമേൻ ഇടയ്ക്ക് എൻ്റെ മെസ്സേജിൻ്റെ റൂട്ടൊന്ന് മാറി. എന്താ പറയുക, ചില പ്രിയപ്പെട്ടവരുടെ അകത്തളങ്ങളെ കർത്താവ് ആത്മാവിൽ വിവേചിച്ചപ്പം അവൻ മെസ്സേജിൻ്റെ റൂട്ടൊന്ന് മാറിയായിരുന്നു. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ, ചിലരോടൊക്കെ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ആത്മാവിൽ ദൂത് പറയണമെന്ന് സ്വർഗം പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഇന്ന് വരെ എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ സ്വർഗം പറയാത്ത ഒന്നും പറയാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അവിടെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇതിനകത്ത് ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക. ആമേൻ. ഇന്ന് രാവിലെ ഒരു അപ്പച്ചനെ വണ്ടി എന്നിറങ്ങി കണ്ണിന് കാഴ്ച കുറഞ്ഞൊരു അപ്പച്ചനെ പിടിച്ചുകൊണ്ട് വരുന്നതുണ്ടോ? അതവിടെ മാറി നിൽക്കട്ടെ. പ്രായം
തികഞ്ഞിട്ടില്ല അവൻ. പക്ഷേ കണ്ണിൻ്റെ കാഴ്ച മങ്ങി മങ്ങി വരിക. എത്ര അങ്ങോട്ട് സ്റ്റെപ്പ് വെച്ചിട്ടും അതങ്ങ് മാറുന്നില്ല. കാഴ്ചയ്ക്ക് കുറവുണ്ടെന്ന് പറയപ്പെടുന്ന അവൻ വയോധികരോടെ നിൽക്കട്ടെ. പ്രൈസ് ഗോഡ്. യുവതി യുവാക്കന്മാർ ഒന്ന് കൈ ഉയർത്തിയ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശക്തമായി പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ കണ്ണിന്മേൽ വ്യാപരിക്കുന്നത് അധികാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലെന്നേ തടയുകയില്ല. നിന്റെ കാഴ്ചയെ സ്വർഗം തടയാൻ സമ്മതിക്കുകയില്ല. കാരണം നീ യേശുവിനെ അറിഞ്ഞവള. ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ കണ്ടേ. ഹല്ലേലൂയ. ഈ ഇരിക്കുന്ന ഡ്രോയിൽ എല്ലാവരുടെ മുമ്പിലാണ്ട് നിങ്ങളുടെ യേശു നിൽക്കുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് വേണേൽ കാണാം, വേണേ യേശുവിനെ തൊടാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. മക്കളെ യേശുവിനെ പിടിച്ചാട്ടെ. ആമേൻ. കണ്ണടച്ചാട്ടെ. നിങ്ങളുടെ മുമ്പിൽ യേശു നിൽക്കുന്നത്. കാരണം നിങ്ങൾ ആരാ? നിങ്ങൾ യേശുവിനെ അറിഞ്ഞവരാ. പിശാച് തോക്കാത്തവരാ. അന്ധകാര ശക്തികൾ ജയിക്കാത്തവരാ. ആമേൻ ആമേൻ. ആഭിചാരകന്മാര് ആമേൻ ആമേൻ ജയിക്കാത്തവരാ. ഈ ഒരു അധികാരം എൻ്റെ കർത്താവിൻ്റെ മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് അവൻ അത്ഭുതങ്ങളിലൂടെ എൻ്റെ സ്വർഗ്ഗം എന്നെ കൊണ്ടുപോകാൻ പോകുക. എത്ര പേർ കുറപ്പുണ്ട്. ഹല്ലേലൂയ. ഇനി എല്ലാ പ്രിയപ്പെട്ടവരും അവൻ ഒന്ന് കണ്ടോ ആ വിലാപ്പുറം കണ്ടോ വിലാപ്പുറം. അതെന്തിനു വേണ്ടി തുളയ്ക്കപ്പെടാന്നറിയാമോ? നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അപ്പൻ തുളയ്ക്കപ്പെട്ട വിലാപ്പുറമാ. കണ്ടോ മുറിഞ്ഞ കരം. പ്രൈസ് ഗോഡ്. എന്തിനാണെന്നറിയാമോ? ഇത് നിനക്ക് വേണ്ടി ആണിയടിച്ച കരമാ. ആമേൻ 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 ആമേൻ. ഈ കാൽപാദം ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് നിനക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടതാ. ഈ തലയിൽ വെച്ച മുൾക്കിരീടം കണ്ടോ? ഇത് നിനക്ക് വേണ്ടി അടിക്കപ്പെട്ട മുൾക്കിരീടമാ. ഈ ശരീരം കണ്ട ഉഴവുചാലുകൾ പോലെ കീറിയതാ. അത് നിനക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടതാ. ആമേൻ ആമേൻ ആമേൻ. ഇനി ആ തിരുരക്തത്തിലൊന്ന് പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എല്ലാവരും ചേർന്ന് ഒരല്പം നിമിഷം ആ കരത്തെ ഒന്ന് പിടിച്ചോ. ആ തിരുമുറിവിനൊന്ന് തൊട്ടാട്ടെ. അവൻ ആ തിരുമാറിവിലേക്ക് ഒന്ന് ചായാനായിട്ട് ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. അതിനു മുമ്പ് എല്ലാ പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. യേശു എനിക്ക് വേണ്ടി മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ആമേൻ ഉയർത്തെഴുന്നേറ്റെന്നും ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആദരം കണ്ടത് ഏറ്റുപറയുകയും ചെയ്യുക. എനിക്കുള്ള കാലം ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. പ്രൈസ് ഗോഡ്. ഒന്നുകൂടി പറയട്ടെ. യേശു എനിക്ക് വേണ്ടി മരിച്ചെന്നും ബാക്കി പറ. അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഞാൻ ആദരം കൊണ്ട് അത് ഏറ്റുപറയുകയും ചെയ്യുക. ഞാൻ യേശുവിൻ്റെതാ. അതിൻ്റെ മുൻപിൽ നിങ്ങൾ ഓരോരുത്തരെയും പേര് ചേർത്താട്ടെ. ഞാൻ ജോർജ്, ഞാൻ യേശുവിൻ്റെതാ. ഞാൻ ദേവസ്യ, ഞാൻ യേശുവിൻ്റെതാ. ഞാൻ രാജു, ഞാൻ യേശുവിൻ്റെതാ. ഇനി ഒരു ശക്തിക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. എൻ്റെ വീട്ടിനകത്ത് ഞാൻ ചെല്ലുമ്പോൾ ഇതുവരെ പ്രാപിക്കാൻ കഴിയാത്ത അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ കാണാൻ പോകുക. അവൻ തളർന്നു കിടന്ന ചിലതില് എൻ്റെ സ്വർഗം ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കാൻ പോകുവാണെന്ന് ഉറപ്പോടുകൂടി വിശ്വസിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ആമേൻ ആമേൻ ആമേൻ. ആ മുറിഞ്ഞ കടത്തെ ചേർത്ത് പിടിച്ചോ. ദൈവാത്മാവിന്റെ ശക്തി. ആമേൻ. അഭിഷക്തന്മാരെ, ഒരു പുതിയ താക്കോൽ പ്രാപിക്കാതെ പോകരുത്. ഒരു പുതിയ അധികാരത്തിന്റെ ശക്തി അവൻ ഏറ്റെടുക്കാതെ പോകരുത്. ഇതും കൊണ്ട് പൊക്കാതെ നിങ്ങളുടെ ശുശ്രൂഷയുടെ ചലനം നടക്കാൻ പോവുക. എനിക്കറിയാം നിങ്ങളുടെ ദൂത് പറഞ്ഞാൽ നിങ്ങൾ അന്യഭാഷ പറയും. പക്ഷെ നമുക്ക് അന്യഭാഷയല്ല വേണ്ടേ. ഇതിനകത്ത് വിടുതല വേണ്ടേ. വിടുതല. പ്രൈസ് ഗോഡ്. ആമേൻ ആമേൻ ആമേൻ. നിങ്ങളെ ആരാധിപ്പിച്ചാൽ നിങ്ങൾ ആരാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അതല്ല വേണ്ടേ. ആരാധനയ്ക്ക് മുൻപ് ഒരു വിടുതൽ നടക്കട്ടെ. പ്രൈസ് ഗോഡ്. അതിൻ്റെ കാരണം കൂടി എന്നറിയാമോ? ഒരുപാട് അന്യഭാഷ പറയുന്ന ഭൂതത്തെ ഇളക്കാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ആമേൻ 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 ആമേൻ. ഒരു സഹോദരി ആമേൻ അന്യഭാഷ ശക്തമായി പറയുക. ആ പറച്ചിലിടയ്ക്ക് ആമേൻ. അപ്പോഴെനിക്ക് മനസ്സിലായി എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മെല്ലെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ആമേൻ അച്ഛാ ആൻറ്റിയേ ആമേ കുറച്ച് നേരത്തേക്ക് അന്യഭാഷ പറയരുത്. ഈ പ്രാർത്ഥന കഴിയുന്നോടം വരെ ഈ സഹോദരി അനുസരിച്ച് കേട്ടോ. അവനൊരു പക്ഷേ അവരിത് കേൾക്കുന്നുണ്ടാവാം. മംഗലാപുരത്തിരുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അവൻ ഈ സഹോദരി പറഞ്ഞു ശരി പാസ്റ്റർ കേൾക്കാം. പ്രാർത്ഥന കഴിഞ്ഞപ്പം പറഞ്ഞു ആമേൻ തലേ കൈവച്ചു. വരട്ടെ നിന്റെ എന്താ സംഭവിച്ചെന്നറിയാമോ? എന്നോട് പറഞ്ഞു സഹോദരി വിശ്വാസത്തിൽ വന്നപ്പം ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. ഭർത്താവ് ഇന്നെ അടുത്ത് ഈ പറഞ്ഞ സ്ഥലത്ത് എന്നിട്ട് പറഞ്ഞു ആമേൻ ഇവളെ മുമ്പോട്ട് വിടരുത്, ഇവളെ തടഞ്ഞേക്കണം. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഒരു ചെറിയ പൊടി കൊടുത്തു. അത് വാങ്ങിക്കൊണ്ട് വെച്ച് കഴിച്ചപ്പം ആമേൻ കേൾക്കുക. ദൈവമക്കളെ ശ്രദ്ധിച്ചാട്ടെ. അവൻ ഈ കുറച്ച് നേരത്തേക്ക് ആരും അന്യഭാഷ പറയരുത്. നമ്മളോട് ഒരു മിനിറ്റ് ഒന്ന് ചേർന്ന് അപ്പനെ ഒന്ന് പിടിക്കാൻ പോവുക. പ്രൈസ് ഗോഡ്. അവൻ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കാനായിട്ട്. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. മുളന്ന് കൈ വരുത്തേ. ആമേൻ ആമേൻ. യെസ്. നിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത കുഞ്ഞെ എല്ലാവരോടും ഒരേ രീതിയിലാണ് നീ ഇടപെടുകയുള്ളൂ.
ചുരുക്കി പറഞ്ഞ സോഷ്യൽ മൈൻഡാണ്. ആമേൻ. എപ്പോഴും അത്യുത്സാഹത്തോടെ നിന്നെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് പലപ്പോഴും നിൻ്റെ ജീവിതത്തിൽ വിനയായി മാറിയിട്ടുണ്ട്. ആമേൻ. ഈ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാകണം കർത്താവേ എന്ന് നീ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാറേണ്ടത് സ്വഭാവമല്ല, നിൻ്റെ ബലാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. കൈ ഉയർത്തി ആമേൻ. ഇൻ ജീസസ് നെയിം ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ തീ ആമേൻ. ഒന്നുകൂടി പറയട്ടെ, എപ്പോഴും പ്രസരിപ്പോടെ നിന്നെ കാണും, എപ്പോഴും ചിരിച്ച മുഖത്തോടെ. അത് പലപ്പോഴും തെറ്റിദ്ധാരണകളായി മാറ്റപ്പെട്ടിട്ട് നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ദുരന്തങ്ങൾ നീ അറിയാതെ വന്നുപോയി. ആമേൻ. അത് പലപ്പോഴും നീ അതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. ശക്തമായി പ്രാർത്ഥിക്ക്. കാണുന്നൊരു സ്വർഗമുണ്ട്. ഇരമ്യാവ് 17:10. ആമേൻ. ആമേൻ. ദൈവം നിൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് നിനക്ക് വേണ്ട പ്രതിഫലം തരുമാറാകട്ടെ. ടച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയട്ടെ. അപ്പൻ്റെ കരത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുക. ഇനി എല്ലാ കണ്ണുകളും നടയട്ടെ. ആമേൻ, 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 ആമേൻ. ദൈവാത്മാവിൻ്റെ പ്രവൃത്തികൾക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കാലിനോ കൈക്കോ വേദനയില്ലാത്തവർ, ശരീരത്തിൽ ക്ഷീണമില്ലാത്തവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ആമേൻ. നമ്മളൊരു കുറച്ച് സമയം നമ്മുടെ അപ്പനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഈ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ മടങ്ങാൻ പോവുക. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? വരും ദിവസങ്ങളിൽ വലിയ കൊടുങ്കാറ്റുകൾ അടിക്കാൻ പോവുക. ആമേൻ, ആമേൻ. IPC പ്രയർ സെൻറ്റർ തിരുവല്ലയിലോ, ഹല്ലേലൂയ, ഇതുവരെ പ്രാപിക്കാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ആത്മാവിൻ്റെ കാഹളം ദേശത്ത് മുഴങ്ങാൻ പോകുക. അതുകൊണ്ട് ഒരു 500 പേരിനകത്തുണ്ടെങ്കിൽ 500 പേരും അപ്പനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ പ്രാപിച്ചുകൊണ്ട് മടങ്ങാൻ പോവുക. പിടിച്ച ആ മുറിഞ്ഞ കയ്യിലേക്ക് ആ വേദനയുള്ള കൈ അപ്പൻ്റെ കയ്യിലേക്ക് കൊടുത്താട്ടെ. പ്രൈസ് ഗോഡ്. അവൻ അഭിഷേകത്തോടെനിക്ക് ശുശ്രൂഷിക്കണം, ശക്തമായി മുന്നേറണമെന്ന ആഗ്രഹത്തോടു കൂടി അവൻ ദൈവസ്ഥനായിരിക്കും. ദൈവദാസന്മാരെ, കണ്ണടച്ചേച്ച് ആണ്ട് മുമ്പിൽ നിൽക്കുന്ന അപ്പനെ ഒന്ന് ചേർത്ത് പിടിച്ച്. യെസ്, പ്രൈസ് ഗോഡ്. ഈ യേശു എന്തിനോട് വന്നെന്നറിയാമോ? ഈ സഭയുടെ വിടുതലല്ല, നിന്റെ വിടുതലല്ല, ഈ ഹോളകത്തിൻ്റെ അപ്പൻ വെളിപ്പെട്ടു വന്നിരിക്കുക. പരിശുദ്ധാത്മാവേ, നന്ദി പറയട്ടെ. ഓ, ഹല്ലേലൂയ. ഇനി വേണേ ആ കൈ, ആ മുറിഞ്ഞ കൈ ഉണ്ടല്ലോ, ആണിപ്പോഴത് ഏറ്റ കൈ എടുത്തൊന്ന് തല വെച്ച് യെസ് അപ്പാ എന്നെ അങ്ങ് തൊട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയാ. ഇനി ഞാൻ വെറുതെ പോകാൻ സ്വർഗം സമ്മതിക്കുകയില്ല. താങ്ക് യു ജീസസ്. ദൈവദാസനെ, ഒരു സമൂഹം തന്നെ അണിയറയിൽ ചില തീരുമാനങ്ങൾ നടക്കുന്നു. ആമേൻ. ഒരു സമൂഹത്തെ തന്നെ ദൈവാത്മാവ് പറിച്ചുകൊണ്ടിരും. പറിച്ച് ഓ എൻ തൻട്രിക്കമൻ പ്രൗഡൽ കിഷന്തക്കലോറിയ പൗട്ടിയാർതല ബൗഡന്തര തിലിതിൽ കൺഷന്തർച്ചന ശിവൻ്റെ നാമത്തിൽ ആമേൻ പറിക്കാൻ പ്രാർത്ഥിച്ചാട്ടെ. അടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥന കഴിയുന്നതിന് മുൻപ് തീരുമാനങ്ങൾ അറിയാൻ കോളുകൾ വരും. ചില വ്യക്തിപരമായി വന്ന് കാണും. ആമേൻ. ചില സമൂഹത്തെ ദൈവം പറിച്ച് നടും ഇവിടെ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, ഇനി ഇവിടെ വരാൻ അവസരമുണ്ടായാൽ ഇതിൻ്റെ ഇരട്ടി ജനത്തെ ഞാൻ ആത്മാവിൽ കാണും. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുക. കാരണം ഞങ്ങൾ യേശുവിനെ കണ്ടിറങ്ങിയവരാ. ആമേൻ, ആമേൻ. ഒരിക്കലും ഞങ്ങൾ പരാജയപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സമ്മതിക്കുകയില്ല. എന്നെ തൊട്ടേക്കുന്നത് യേശുവാ. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. അവനെല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങളെ പിടിച്ച് അപ്പനെ തൊട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, ആമേൻ, ആമേൻ. ദൈവാത്മാവിന് ക്വയർ ടീം ഒരു പാട്ട് പാടി ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ. യെസ്, 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 യെസ്. താങ്ക് യു ജീസസ്.